നമസ്കാരം. ഈ വർഷം തുടങ്ങി 2 മാസം പിന്നിടുമ്പോൾ 25 വയസ്സിൽ താഴെയുള്ള യുവ തലമുറ നടത്തിയ എത്രയെത്ര ക്രിമിനൽ കുറ്റകൃത്യങ്ങളാണ് നാം കാണുന്നതും കേൾക്കുന്നതും. ഇപ്പോഴിതാ കോഴിക്കോട് സ്കൂൾ കുട്ടികൾ ഒരു സഹപാഠിയെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയിരിക്കുന്നു. അബദ്ധം സംഭവിച്ചതല്ല, കൊല്ലാൻ തന്നെ ചെയ്തതാണെന്ന് പുറത്തുവരുന്ന ശബ്ദരേഖകൾ തെളിയിക്കുന്നു. കൊല്ലുന്നതിൽ ഒരു തരത്തിലുള്ള കുറ്റബോധമോ സഹജീവിയോട് ഒരു തരത്തിലുള്ള സഹാനുഭൂതിയോ പ്രകടിപ്പിക്കുന്നില്ല ഇവർ. വെഞ്ഞാറമൂട്ടിലെ അഫാനാകട്ടെ, താമരശ്ശേരിയിലെ പ്രായപൂർത്തിയാവാത്ത വിദ്യാർത്ഥികളാകട്ടെ, പശ്ചാത്താപമോ കുറ്റബോധമോ എമ്പതിയോ ഇല്ലാതെ കൊല ഒരു സാധാരണ കാര്യമായി കാണുന്നു ഇവർ. പുതിയ തലമുറയ്ക്ക് സഹാനുഭൂതിയും സഹജീവി സ്നേഹവും നഷ്ടപ്പെടുന്നതിന് പിന്നിൽ എന്താണ്? ഈ പ്രവണതയെ ഭരണകൂടവും പൊതുസമൂഹവും എത്ര ഗൗരവത്തിൽ കാണുന്നുണ്ട്? സ്വാഗതം. സ്പെഷ്യൽ എഡിഷനിലേക്ക് നമ്മളോടൊപ്പം അതിഥികളായി ചൈൽഡ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ജയപ്രകാശ്, ആക്ടിവിസ്റ്റ് ദിനു വെയിൽ, കോൺഗ്രസ് വക്താവ് റിജിൽ മാക്കുറ്റി, CPM വക്താവ് KS അരുൺകുമാർ എന്നിവർ. ആദ്യം അരുൺകുമാറിലേക്ക്. അരുൺകുമാർ, ഇതൊരു പുതിയ പ്രവണതയായി തോന്നുന്നുണ്ട്. മന്ത്രി MP രാജേഷിന് പോലും പുതിയ കാലത്ത് നിരന്തരം ഇത്തരം കുറ്റകൃത്യങ്ങൾ ഉണ്ടാകുന്നു. ആ കുറ്റകൃത്യങ്ങളെ ആട്രിബ്യൂട്ട് ചെയ്യുന്നത് ലഹരിയിലേക്കാണ്. പ്രതിപക്ഷ നേതാവും പറയുന്നത് ലഹരിയാണെന്നാണ്. വെഞ്ഞാറമൂട്ടിലെ കൊലപാതകം നോക്കുക, അതിന് പിന്നിൽ ലഹരിയല്ല എന്ന് തെളിഞ്ഞിട്ടുണ്ട്. അയാൾ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ആ കുറ്റകൃത്യത്തിൻ്റെ ഇൻറ്റൻഷൻ അല്ലെങ്കിൽ അതിൻ്റെ പ്രേരണയൊന്നും ലഹരിയൊന്നുമല്ല. ഈ കുട്ടികളും ലഹരി ഉപയോഗിച്ചതായിട്ടൊന്നും തെളിഞ്ഞിട്ടില്ല. പക്ഷേ ക്രൈം കൂടി വരികയാണ്. ഇതിനെ സർക്കാർ എത്ര ഗൗരവത്തിൽ കാണുന്നുണ്ട്? ഇപ്പോൾ യുവാക്കൾക്കിടയിലും കുട്ടികൾക്കിടയിലും അക്രമവാസന വർദ്ധിച്ചു വരുന്ന പ്രവണത അടുത്ത കാലത്ത് നിരവധി നാം കാണുകയാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയം എടുത്തുകൊണ്ടോ പ്രത്യേക സാഹചര്യത്തിൽ ഊന്നിക്കൊണ്ടോ അല്ല അത് പരിശോധിക്കേണ്ടത്. കാരണം കുറേ നാളായിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഈ കോവിഡിൻ്റെ ഒരു ദീർഘകാല ലോക്ക്ഡൗണിന് ശേഷം ഉള്ള കണക്കുകൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്കത് വ്യക്തമാകും. കേസുകളുടെ എണ്ണവും മറ്റു കാര്യങ്ങളും എടുത്തും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വാർത്തകളുടെ ഉള്ളടക്കം പരിശോധിച്ചാലുമെല്ലാം വലിയ രൂപത്തിൽ നവമാധ്യമങ്ങളിലൂടെ തന്നെ അക്രമത്തിന് ആഹ്വാനം ചെയ്യുന്നതും അതിൻ്റെ ഭാഗമായിട്ട് അക്രമം സംഘടിപ്പിക്കുന്നതും അത് വലിയ വീരപ്രവർത്തി എന്ന രൂപത്തിൽ അവർ തന്നെ ചിത്രീകരിച്ച് പ്രചരിപ്പിക്കുന്നതുമെല്ലാം നമ്മൾ കാണുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള അക്രമവാസന വർദ്ധിക്കാനുണ്ടായിട്ടുള്ള കാരണത്തെക്കുറിച്ച് വളരെ വിശദമായിട്ടുള്ള പഠനവും പരിശോധനയും പ്രതിരോധ നടപടികളും മുൻകരുതലുകളും എല്ലാം എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് ജീവിതശൈലി, അതുപോലെ തന്നെ സിനിമ, ഗെയിമുകൾ, ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം, അതുപോലെ തന്നെ അക്രമ സ്വഭാവം കാണിക്കുന്ന പെട്ടെന്നുള്ള പ്രകോപനങ്ങൾ, ഇവയെല്ലാം ചെറുപ്പക്കാരിൽ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളിലടക്കം കൂടി വരുന്നത് നാം കാണുകയാണ്. ഇപ്പോൾ സിനിമയിൽ തന്നെ വലിയ രൂപത്തിലുള്ള ക്രൈം അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള ആക്രമണം ഉണ്ടാക്കുന്ന തരത്തിലുള്ള സിനിമ, ആ സിനിമയ്ക്ക് വലിയ പ്രചാരം കിട്ടുകയും തൻ്റെ സിനിമയിൽ ഇത്തരത്തിലുള്ള രംഗങ്ങളില്ലെങ്കിൽ ആ സിനിമ കളക്ഷൻ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സിനിമയായി സംവിധായകർക്കും നിർമ്മാതാക്കൾക്കും എല്ലാം തോന്നുന്ന ഒരു സാഹചര്യം. അതുപോലെ തന്നെ പല തരത്തിലുള്ള അപകടകരമായിട്ടുള്ള ഗെയിമുകൾ, ആ ഗെയിമുകൾ എല്ലാ തരത്തിലുള്ള അതിർവരമ്പും ലംഘിച്ചുകൊണ്ടുള്ള പ്രചരണം സോഷ്യൽ മീഡിയയിലടക്കമുള്ള സാഹചര്യം. പിന്നെ അതുപോലെ തന്നെ പത്രമാധ്യമങ്ങളിൽ വരുന്ന ദൃശ്യമാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളെല്ലാം, ഇപ്പോൾ അമേരിക്കയിലടക്കം സ്കൂൾ കുട്ടികൾ തോക്കുമായിട്ട് പോയി ഇത്ര പേരെ വെടിവെച്ചു എന്നുള്ള വാർത്തകൾ വരുമ്പോൾ അതിൽ വിഷമം രേഖപ്പെടുത്തുന്നതിനും അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്നതിന് പകരം അതെല്ലാം ഒരു വീരപ്രവർത്തിയായി ചിത്രീകരിക്കുന്ന തരത്തിലേക്ക് കുട്ടികളുടെ ഇടയിൽ പ്രചരിപ്പിക്കുന്ന സാഹചര്യമെല്ലാം വെച്ച് നോക്കുമ്പോൾ ഏറ്റവും അപകടകരമായിട്ടുള്ള സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അത് ഏതെങ്കിലും തരത്തിൽ പൊതുപ്രവർത്തകരോ രക്ഷിതാക്കളോ അധ്യാപകരോ മാത്രം വിചാരിച്ചാൽ അത് തടയാൻ പറ്റുന്ന പ്രവൃത്തിയല്ല. സമൂഹം ഒറ്റക്കെട്ടായി ഒറ്റ മനസ്സോടെ എല്ലാ വിഭാഗം ആളുകളും കൂട്ടായിട്ടുള്ള പ്രവർത്തനത്തിലൂടെ ഈ പ്രവണതയെ തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കണം. ഏതെങ്കിലും ഒരു പ്രശ്നം റിപ്പോർട്ട് ചെയ്താൽ, ഒരു സാഹചര്യം റിപ്പോർട്ട് ചെയ്താൽ അതിന് ഏതെങ്കിലും സംഘടനയ്ക്ക് ബന്ധമുണ്ടോ അല്ലെങ്കിൽ സംഘടനയിൽ പ്രവർത്തിക്കുന്നവരുടെ ബന്ധുക്കൾക്ക് ബന്ധമുണ്ടോ എന്ന രൂപത്തിൽ രാഷ്ട്രീയ കളർ ചേർത്ത് പോകുന്ന പ്രവണത അല്ല വേണ്ടത്. മറിച്ച് നമ്മുടെ കുട്ടികൾ അറിയപ്പെടാത്ത ചതിക്കുഴികളിലേക്ക് വഴിതെറ്റി പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം അവരുടെ ജീവിത രൂപത്തിൽ തന്നെ അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് തന്നെ സമൂഹത്തിൽ നിന്ന് തന്നെ അവരെ പൊതു ഇടങ്ങൾ കൂടുതൽ വർദ്ധിപ്പിച്ച പൊതു ഇടങ്ങളിലെല്ലാം നല്ല നിരീക്ഷണവും ഇടപെടലുമെല്ലാം സംഘടിപ്പിച്ച് അത്തരത്തിൽ ചതിക്കുഴികളിൽ വീണു പോകുന്നവരുടെ ദീനരോധനം കേൾക്കാത്ത നാടായിട്ട് നമ്മുടെ നാടിനെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ചിട്ടയായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് രൂപം കൊടുക്കാൻ കഴിയും. ക്രൈം റേറ്റ് കൂടുന്നതിന് പിന്നിൽ ലഹരി തന്നെയാണ് എന്നാണോ? അല്ല, ഞാൻ അത് പറഞ്ഞില്ല. ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൃത്യമായിട്ടുള്ള കണക്കുകളൊക്കെ എൻ്റെ മുന്നിലുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ 2024 12 മാസവും ഈ ജനുവരിയും അങ്ങനെ 13 മാസം എടുത്താൽ
അബ്കാരി കേസ് തന്നെ 21,275 കേസാണ് ഈ കൊച്ചു കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. NDPS മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടുകൊണ്ട് 9,035 കേസാണ് 13 മാസം കൊണ്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതുപോലെ സിഗരറ്റ് ആൻഡ് അതർ ടൊബാക്കോ പ്രോഡക്റ്റ് ആക്ട് പ്രകാരം ടിപ്പോ പ്രകാരമുള്ള കേസ് 79,615 കേസാണ് 13 മാസം കൊണ്ട് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇത്തരത്തിൽ അബ്കാരി കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവരുടെ വാഹനം സീസ് ചെയ്തത്, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിടിച്ചെടുത്ത പണം, ആ കണക്കുകളെല്ലാം നമുക്ക് പൊതുസമൂഹത്തിൽ വ്യക്തമാണ്. 2024 മൊത്തം കണക്ക്, 2025 ജനുവരി മാസത്തെ കണക്ക് വരെ നമ്മുടെ മുന്നിലുണ്ട്. ഇതെല്ലാം വച്ച് നോക്കുമ്പോൾ ചെറിയ കേസുകൾക്ക് വരെ, ഒരു ചെറിയ പരാതികൾക്ക് വരെ കേസ് രജിസ്റ്റർ ചെയ്യുന്ന സംസ്ഥാനമാണ് നമ്മുടേത്. ഇതെല്ലാ ഇത്തരത്തിലുള്ള അക്രമവാസനയുടെയും പിന്നിൽ ലഹരിയാണെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. ഇപ്പോൾ വെഞ്ഞാറമൂട്ടിൽ ഇത്രയും ക്രൂരമായിട്ടുള്ള സംഭവം ഉണ്ടായി. ആ വെഞ്ഞാറമൂട്ടിൽ ലഹരി ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ആക്രമണം സംഘടിപ്പിച്ചത്, മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ടാണ് ആക്രമണം സംഘടിപ്പിച്ചത് എന്ന രൂപത്തിലാണ് ദൃശ്യമാധ്യമങ്ങളടക്കം പത്രമാധ്യമങ്ങളും വാർത്ത കൊടുത്തത്. അതൊരു തരത്തിലുള്ള സാങ്കേതികമായിട്ടുള്ള പഠന റിപ്പോർട്ടിന്റെയും അടിസ്ഥാനത്തിലല്ല. പിന്നീട് അത് തിരുത്തേണ്ടി വന്നു. മയക്കുമരുന്നിന് അടിമപ്പെട്ട ആളല്ല, മദ്യം മാത്രമാണ് ഉപയോഗിച്ചത് എന്ന രൂപത്തിലുള്ള ഇതൊക്കെ വാർത്തകൾ പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു റീസൺ കൃത്യമായിട്ട് തന്നെ പഠനവിധേയമാക്കണം. അതിനു വേണ്ടിയിട്ട് വളരെ എക്സ്പെർട്ടുകൾ തന്നെ ഈ രംഗത്ത് ഇറങ്ങണം. എല്ലാത്തിൻ്റെയും പിന്നിൽ ലഹരിയാണ് എന്നുള്ള ഒരു പൊതു കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ പോകരുത്. അരുൺ സംസാരിച്ചു വരുമ്പോഴും ഇത് മാറ്റേണ്ടതിന്റെ, ഇത് ചെറുക്കേണ്ടതിന്റെ ഭാരം സമൂഹത്തിന് മുന്നിൽ വെക്കുകയാണ് അരുൺ. സർക്കാരിൽ എന്ത് ചെയ്യാൻ കഴിയും? അല്ല, സർക്കാരിനും കഴിയും. ഇപ്പോൾ വിമുക്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സർക്കാർ ഓരോ ബഡ്ജറ്റിലും പണം നീക്കിവെച്ച് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് സ്വതന്ത്രമായിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നുണ്ട്. അത് സ്കൂളുകൾ കേന്ദ്രീകരിച്ച്, അതുപോലെ കോളേജുകൾ കേന്ദ്രീകരിച്ച്, വായനശാലകൾ കേന്ദ്രീകരിച്ച്, ക്ലബ്ബുകൾ കേന്ദ്രീകരിച്ച്, റെസിഡൻസ് അസോസിയേഷനുകൾ കേന്ദ്രീകരിച്ചെല്ലാം വിമുക്തിയുടെ പ്രവർത്തനങ്ങൾ വിപുലമായി പോകുന്ന സാഹചര്യം നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ വിമുക്തിയുടെ ഭാഗമായി ഇത്തരത്തിൽ ചതിക്കുഴിയിലേക്ക് വീണ നിരവധി ജീവിതങ്ങളെ തിരിച്ചു കൊണ്ടുവന്ന അവർ വലിയ തരത്തിൽ സന്നദ്ധ പ്രവർത്തകരായിട്ട് മാറുന്ന, ലഹരിക്കെതിരെ പ്രവർത്തിക്കുന്ന സാഹചര്യങ്ങളെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. ലഹരി ഉപയോഗിച്ചതുകൊണ്ടും മയക്കുമരുന്ന് ഉപയോഗിച്ചതുകൊണ്ടും ഇത്തരം അക്രമവാസനകളിലേക്ക് പോയവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതോടൊപ്പം തന്നെ യാതൊരു തരത്തിലും ഇത്തരം വസ്തുതകൾ ഉപയോഗിക്കാതെ തന്നെ ക്രൂരമായ ആക്രമണ പരമ്പരകൾക്ക് നേതൃത്വം കൊടുക്കുന്നവരും സോഷ്യൽ മീഡിയയിലടക്കം അത് പ്രചരിപ്പിക്കുന്നവരും ഇതൊക്കെ വലിയ കാര്യമാണ് എന്നുള്ള തരത്തിൽ അതിൻ്റെ നിയമവശങ്ങളൊക്കെ അവർ പറയുന്നുണ്ടല്ലോ. നമ്മളിപ്പോൾ ഒരു കുറ്റകൃത്യം ചെയ്താൽ നമുക്ക് മറ്റു തരത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന, കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവില്ല എന്ന രൂപത്തിലുള്ള തെറ്റിദ്ധാരണയുടെ ഭാഗമായി ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പോകുന്ന പ്രവണതയുണ്ട്. അപ്പോൾ ഗവൺമെന്റ് സംവിധാനം ഉണർന്നു പ്രവർത്തിക്കും, അതോടൊപ്പം തന്നെ പൊതുസമൂഹം ഉണർന്നു പ്രവർത്തിക്കണം. നമുക്ക് പൊതു ഇടങ്ങൾ ഉണ്ടാകണം, വായനശാല ക്ലബ്ബുകളൊക്കെ സജീവമുണ്ടാക്കണം, അതുപോലെ സ്പോർട്സ് സജീവമാക്കണം. ലഹരി എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളല്ല മനുഷ്യന് ലഹരിയാകേണ്ടത്, മറിച്ച് കലാകായിക പ്രവർത്തനങ്ങളാണ് ഒരു വിദ്യാർത്ഥി യുവജനത്തെ സംബന്ധിച്ചിടത്തോളം അവന്റെ ലഹരിയാക്കി മാറ്റേണ്ടതെന്നുള്ള പൊതുസമൂഹം ഉയർത്തിക്കൊണ്ടുവന്ന് ഇത്തരത്തിലുള്ള പ്രവണതകളെ ചെറുത്തു തോൽപ്പിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ശരി, ശ്രീ റിജിൽ മാക്കുറ്റി, ഈ പ്രതിപക്ഷ നേതാവ് അസംബ്ലിക്കകത്തും പുറത്തും നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ലഹരിയുടെ വ്യാപനത്തെക്കുറിച്ചാണ്. പക്ഷേ കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ കേരളം അങ്ങനെ വലിയ തോതിൽ ലഹരിക്ക് അടിപ്പെട്ട ഒരു സംസ്ഥാനമാണെന്ന് പറയാൻ കഴിയില്ല. ക്രൈം കേസുകൾ നോക്കിയാൽ പോലും കേരളം അങ്ങനെ ഒരു സംസ്ഥാനമല്ല. പക്ഷേ കേരളത്തിൽ ഇത് സുലഭമാണ് എന്നുള്ളത് വസ്തുതയുമാണ്. ഇപ്പോൾ പുറത്തു വരുന്ന ഈ കുറ്റകൃത്യങ്ങളുടെ പിന്നിൽ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ നെന്മാറയിൽ 2 പേരെ കൊന്ന ചെന്താമര ലഹരി ഉപയോഗിച്ചിട്ടല്ല അത് ചെയ്തത്. വെഞ്ഞാറമൂട്ടിലെ അഫാനാകട്ടെ ലഹരി ഉപയോഗിച്ചിട്ടല്ല ചെയ്തത്, ചെയ്ത ശേഷം പോയി മദ്യപിക്കുകയാണ് ചെയ്തത്. ഈ കുട്ടികളാവട്ടെ ഇതും ലഹരിയല്ല. അപ്പോൾ ക്രൈം കൂടി വരുന്നുണ്ട്. ഈ ക്രൈം കൂടി വരുന്നത് ഒരു പ്രശ്നമാണ്. അതിനെല്ലാം പാപഭാരം ലഹരിയിലേക്ക് ചാർത്തുകയാണോ പ്രതിപക്ഷവും? ശ്രീ അജിംസെ, ലഹരിക്കപ്പുറത്തേക്ക്, ലഹരി ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. പ്രതിപക്ഷ നേതാവ്, ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിനകത്ത് ഒരു പുതിയ തലമുറ വല്ലാത്ത രൂപത്തിൽ, പ്രത്യേകിച്ച് ഒരു അഡിക്റ്റഡായി കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു വല്ലാത്ത മാനസിക വൈകൃതത്തിന് ഉടമകളായി മാറുന്ന ഒരു തലമുറയായി നമ്മുടെ പുതിയ തലമുറ മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനെ കൃത്യമായി കണ്ടെത്തുക, എന്തുകൊണ്ട് ഇത്തരത്തിലേക്കുള്ള പ്രവൃത്തിയിലേക്ക്, ഇത്തരം ക്രൂരകൃത്യങ്ങളിലേക്ക് അവർ പോകുന്നു എന്നുള്ളത് വളരെ കൃത്യമായി പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ലഹരി കേസുകളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ലഹരിയുടെ വ്യാപനം കുറവാണെന്നൊക്കെ പറയുമ്പോൾ പോലും നമ്മളിപ്പോൾ ലഹരിയുമായി ബന്ധപ്പെട്ട് ആളുകളെ പിടിച്ചാൽ, ആ പിടിച്ചു കഴിഞ്ഞാൽ ഒരു വാർത്തയും ഒരു ഫോട്ടോവും ഒരു ഇതുപോലത്തെ നിങ്ങളുടെ ചാനലുകളിലൊക്കെ തന്നെ ഒരു ക്രൈം ന്യൂസിനപ്പുറത്തേക്ക് അതിനുശേഷം ആ പ്രതികൾ എന്ത് ചെയ്യുന്നു, അവർക്ക് ശിക്ഷ കിട്ടിയിട്ടുണ്ടോ, അവരെ ആര് ജാമ്യത്തിലെടുക്കുന്നു എന്നതിനെക്കുറിച്ചൊന്നും ഒരു തരത്തിലുള്ള അന്വേഷണവും ഇല്ല. കഴിഞ്ഞ ദിവസം തന്നെ നമുക്കറിയാൻ സാധിക്കും, കൊക്കൈൻ കേസിൽ പിടിക്കപ്പെട്ട പ്രതികൾ രക്ഷപ്പെട്ടു പോയത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ പിടിക്കപ്പെട്ട പ്രതികളെ ശിക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മറ്റ് നടപടികൾ നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്നോ ഇല്ല എന്നുള്ളത് പ്രധാനപ്പെട്ട വസ്തുതയാണ്. ഇപ്പോൾ കേസുകളൊക്കെ തന്നെ ധാരാളം
ഇവിടെ രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ആ രജിസ്റ്റർ ചെയ്യപ്പെടുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള അതുമായി ബന്ധപ്പെട്ട തടയുന്നതിന് വേണ്ടി ഉള്ള നിലപാടുകൾ എടുത്തു എന്നതിനെ കുറിച്ച് നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ ഇപ്പം നമ്മളിപ്പോൾ പറയുന്ന ഒരു പൊളിറ്റിക്കൽ ഒരു സപ്പോർട്ട് ഉൾപ്പെടെ ഈ വിഷയത്തിലൊക്കെ ഉണ്ട്. ഒരു മെസ്സേജ് കൊടുക്കുന്നത് നമ്മൾ കാണുകയാണ്. ആളുകളെ പിന്നെ ഈ പറയുന്നത് പോലെ സോഷ്യൽ മീഡിയയിലായാലും അല്ലെങ്കിൽ ആളുകളെ ക്രൂരമായി വേട്ടയാടി കഴിഞ്ഞാൽ അതിനകത്ത് ആ 41 വെട്ടുവെട്ടി ആളെ കൊന്നാൽ ആ ആളുകളൊക്കെ തന്നെ വലിയ സെലിബ്രിറ്റി പരിവേഷം കിട്ടുകയാണ്. ആരാണ് അവർക്ക് സെലിബ്രിറ്റി പരിവേഷം കൊടുക്കുന്നത്? അവർ വലിയ താര രാജാക്കന്മാരാവുകയാണ്. ഒരു മനുഷ്യനെ കൊല്ലുന്ന ഒരു കൊലയാളിക്ക് ഈ സമൂഹത്തിൽ കൽപ്പിച്ചു കൊടുക്കുന്ന ഒരു പൊളിറ്റിക്കൽ പ്രൊട്ടക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ഒരു സെലിബ്രിറ്റി പരിവേഷമുണ്ട്. അത് ആരാ കൊടുക്കുന്നത്? തീർച്ചയായിട്ടും അത്തരം ആളുകൾക്ക് ഈ നാട്ടിൽ കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? നമ്മുടെ പിന്നെ പാർട്ടിയിൽപ്പെട്ട അല്ലെങ്കിൽ നമ്മുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിന് വെള്ളപൂശാൻ ഇവിടെ നിൽക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് MLA മകനുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം വന്നത്. അപ്പോൾ ഒരു മന്ത്രി പറയാണ് കുട്ടികളാകുമ്പോൾ പിന്നെ സിഗരറ്റൊക്കെ വലിക്കില്ലേ എന്ന് ഒരു മന്ത്രി ഈ നാട്ടിലെ പൊതുസമൂഹത്തിന് മുമ്പിൽ കൊടുക്കുമോ? സിഗരറ്റ് ആവട്ടെ കഞ്ചാവട്ടെ എന്താണ് നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതോടെ കഞ്ചാവ് പിടിച്ചു കഴിഞ്ഞാൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട ആൾ അത് മൂക്കുപ്പൊടിയാവും, MDMA പിടിച്ചു കഴിഞ്ഞാൽ അത് പഞ്ചസാരയാവും. അങ്ങനെയൊക്കെ മാറ്റുന്ന ഒരു നാടായി നാട് മാറുന്നു. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ പ്രൊട്ടക്ഷൻ കൂടി ഇത്തരം മേഖലയിലുണ്ട്. ലഹരി ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. അത് മദ്യമായാലും അത് മയക്കുമരുന്നായാലും അത് മറ്റ് തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളായാലും എല്ലാം തന്നെ ഈ നാട്ടിന് വല്ലാത്ത രൂപത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ പുതിയ തലമുറയെ ആ രൂപത്തിൽ കൊണ്ടുപോകാൻ സർവനാശത്തിലേക്ക് കേരളം പോകുന്ന അവസ്ഥയിലേക്കാണ് നമ്മൾ കാണുന്നത്. ഇപ്പം നിങ്ങളിപ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു. അതിനുശേഷം പ്രമാദമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ലഹരിക്ക് പണം കൊടുക്കാതിൻ്റെ പേരിൽ അമ്മയെ കൊല്ലുന്ന മക്കൾ ഇവിടെ ഉണ്ടാവുകയാണ്. നൊന്ത് പ്രസവിച്ച അമ്മയെ കൊല്ലാൻ ഒരു മടിയില്ലാത്ത ആളുകളായി അതിനുശേഷം ടൂറ് പോകുന്നു. അതൊക്കെ കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്താണ്? അതും ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയമാണല്ലോ. അപ്പം അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് പുറത്തു വരുന്നത്. മാത്രമല്ല ഈ പിടിക്കപ്പെടുന്ന കേസുകളിലൊക്കെ തന്നെ ഇതിൻ്റെ ഉറവിടം കണ്ടെത്താൻ സർക്കാരോ അല്ലെങ്കിൽ പോലീസോ തയ്യാറാവുന്നില്ല. പിടിക്കപ്പെടുന്നുണ്ട്, 100-ൽ 1 അംശം പിടിക്കപ്പെടുന്നുണ്ട്. ചില ഒറ്റുകാരൻ്റെയോ അല്ലെ ഭാഗമായി ഇത്രയും കാര്യങ്ങൾ പിടിക്കാം. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് എവിടുന്ന് വരുന്നു? ഇതിൻ്റെ ഉറവിടം എവിടെയാണ്? ഇപ്പം നമ്മുടെ ജില്ലാ അതിർത്തികൾ പാലക്കാടായാലും തിരുവനന്തപുരത്തായാലും അതോടൊപ്പം തന്നെ അതിർത്തികളിലേക്ക് കടന്നു വരുന്ന മയക്കുമരുന്നിൻ്റെ അതോടെ ലഹരി പദാർത്ഥങ്ങളുടെ വ്യാപനത്തെക്കുറിച്ച് അതിൻ്റെ പിന്നെ കയറ്റിക്കൊണ്ടുവരുന്നത് എവിടുന്നാണ് എന്നതിനെ കുറിച്ചുള്ള ഒരു കൃത്യമായ ഒരു അന്വേഷണ സംവിധാനത്തിലേക്ക് നമ്മുടെ ഭരണകൂടം പോകുന്നുണ്ടോ? സർക്കാർ പോകുന്നുണ്ടോ? പോലീസ് പോകുന്നുണ്ടോ? നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരം വിഷയങ്ങളൊക്കെ തന്നെ നമ്മുടെ മുമ്പിലുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ലഹരിക്കെതിരായി ക്യാമ്പയിൻ നടത്തുക, വിമുക്തി എന്നൊക്കെ പറഞ്ഞ് ഇവിടെ സേരൻ സൂചിപ്പിച്ചു. പക്ഷെ അതൊക്കെ എത്രത്തോളം എഫക്റ്റീവാണ്? വിമുക്തിക്കെതിരായി സംസാരിക്കുന്ന കുട്ടികളോട് പറയുന്ന ആളുകൾ റമി മാർട്ടിന്റെ പിന്നെ മദ്യക്കുപ്പിയുമായി നിൽക്കുന്ന ഫോട്ടോ ഒക്കെ നമ്മുടെ നാട്ടിൽ ഒരു സ്പീക്കറുടെ ഫോട്ടോ ഒക്കെ ഈ നാട്ടിൽ വരുന്നത് നമ്മൾ കാണുകയാണ്. അതാണ് ഈ കേരളം. അപ്പോൾ ഒരു കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്താണ്? പരിശോധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ പൊളിറ്റിക്കലി ഇത്തരം സപ്പോർട്ട് കൃത്യമായിട്ട് കിട്ടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ വരികയാണ്. ഇപ്പം നാട്ടിലിറങ്ങി ശ്രീ അജിംസെ നാട്ടിലിറങ്ങി ഇപ്പോൾ വാഹനത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒന്ന് ബാക്കിൽ വന്ന് ഓണടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വല്ലാതെ ശല്യത്തോടു കൂടി വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പ്രതികരിക്കുന്ന പ്രതികരണം ക്രൂരമാണ്. കത്തിയെടുത്ത് കുത്തുന്ന അവസ്ഥ, ബൈക്കിൽ വന്ന ആളുകൾ ആ ചോദിച്ച ആളെ കുത്തിക്കൊന്ന അവസ്ഥയാണ്. ഇപ്പൊ കണ്ണൂരിൽ തന്നെ അടുത്ത് ഒരു ഹോട്ടൽ വ്യാപാരി അദ്ദേഹം യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു നിരപരാധിയെ ചെറുപ്പക്കാരൻ, ഞങ്ങൾക്ക് അറിയുന്ന ഒരു സുഹൃത്താണ്, അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകുമ്പോഴാണ് പിറകിൽ വന്ന ആള് വല്ലാതെ ഹോണടിച്ച് വണ്ടിയൊന്ന് മാറ്റിയപ്പോൾ എന്തിനാണ് വണ്ടി ഇങ്ങനെ മാറ്റിയത് എന്ന് ചോദിച്ചതേ ഉള്ളൂ. കാറ് പിന്നെ ബൈക്ക് കൊണ്ട് ആ കാറ് തടസ്സപ്പെടുത്തി ഒറ്റ കുത്തിന് തീർത്തു കളഞ്ഞു. ഈ അടുത്തുള്ള സംഭവമാണ്. ഇങ്ങനെ എത്ര സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആ പ്രതികൾക്ക് അല്ലെങ്കിൽ അത്തരം പ്രതികളെ ഏത് രൂപത്തിലാണ് കൈകാര്യം ചെയ്യുന്നതെന്നൊക്കെ നമ്മുടെ പ്രധാനപ്പെട്ട വിഷയമാണ്. ലഹരി ഒരു ഭാഗത്തുണ്ട്, അതോടൊപ്പം തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന വല്ലാത്തൊരു ഇൻഫ്ലുവൻസ്, പുതിയ തലമുറയെ മറ്റ് ചതിക്കുടിയിലേക്ക് കൊണ്ടുപോകുന്ന വലിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുണ്ട്, അത്തരം ആളുകളുണ്ട്, അത്തരം സംവിധാനങ്ങളുണ്ട്. എന്തിനേറെ പറയുന്നു, ഞാൻ ഒരു കാര്യം കൂടി അവസാനിപ്പിക്കാം. 51 വെട്ടുവെട്ടി കൊലപ്പെടുത്തിയ കേസിനകത്ത് ശിക്ഷിക്കപ്പെട്ട കിറുമാണി മനോജ് അഖിലേന്ത്യാ ഗുണ്ടാ സമ്മേളനവും ലഹരി പാർട്ടി നടത്തി പിടിക്കപ്പെട്ട നാടാണി നാട്. ഇത് പോലീസിന് മുമ്പിലാണ്. ആർക്കാണ് ഈ കൊലയാളികൾക്ക് സംരക്ഷണം കൊടുക്കുന്നത്? ജയിലിൽ കിടക്കേണ്ടവർ ഭൂരിഭാഗം പുറത്താണ്. അവരുടെ സോഷ്യൽ മീഡിയ റീൽസും ഇൻസ്റ്റാ റീൽസും ഒക്കെ കണ്ട് അർമാദിക്കുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ട്. ആരാണ് ഉത്തരവാദി? ഭരണകൂടവും പാർട്ടിയുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ഉത്തരവാദിത്വം ഇല്ലേ? ശരി. കൊലയാളികൾക്ക് പൂമാലയിട്ട് സ്വീകരിക്കുന്നത് നമ്മൾ കാണുന്നില്ലേ? ഇതൊക്കെ പുതിയ തലമുറ കാണുന്നില്ലേ? ക്രിമിനലുകളെ ഹീറോയായി കാണുന്ന ഒരു ട്രെൻഡ്, അതുപോലെ ലഹരിയുടെ വ്യാപനം, ഇത് രണ്ടും പ്രശ്നമാണ് എന്നാണ് നിങ്ങൾ രണ്ടുപേരും സൂചിപ്പിക്കുന്നത്. ഡോക്ടർ ജയപ്രകാശ്, ഈ ലഹരിയാണ് ഈ പുതിയ ക്രൈമുകളുടെ വർധനയ്ക്ക് കാരണം എന്ന ഒരു വിശദീകരണം രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്നുണ്ടാവുന്നുണ്ട്. ലഹരി തടയുന്ന കാര്യത്തിൽ സർക്കാർ എത്രമാത്രം കാര്യക്ഷമമാണെന്നുള്ളൊരു പ്രശ്നമുണ്ട്. പക്ഷേ ഈ താമരശ്ശേരിയിൽ ഇന്ന് നാം കാണുന്നത് ലഹരിയിലാണോ? അത് ലഹരിയുടെ പ്രശ്നമായി തോന്നുന്നുണ്ടോ?
ഈ പുതിയ തലമുറ ഇങ്ങനെ വയലൻ്റ് ആവാൻ കാരണം എന്തായിരിക്കും? ഇത് ബഹുമുഖമായ ഘടകങ്ങളുണ്ട്. മൾട്ടി ഫാക്ടോറിയലായിട്ടുള്ള റീസൺസ് ആണ് നമുക്ക് ഈ കുട്ടികളിൽ, കൗമാരക്കാരിലും ചെറുപ്പക്കാരിലും വയലൻസ് വർദ്ധിക്കുന്നതിനുള്ള ഒരു കാരണമെന്ന് പറയുന്നത്. അത് കുടുംബ പശ്ചാത്തലത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, പൊതുസമൂഹത്തിനകത്ത് വന്നിട്ടുള്ള, കുടുംബത്തിനകത്ത് തന്നെ വന്നിട്ടുള്ള വളരെ മത്സരാധിഷ്ഠിതമായ ഒരു അന്തരീക്ഷം, കുട്ടികളും പേരൻസും തമ്മിലുള്ള റിസ്ട്രെയിൻഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, പ്രത്യേകിച്ച് കൗമാരകാലത്തിലെ കുട്ടികളും പേരൻസും തമ്മിൽ അകന്നു പോകുന്ന ഒരു സാഹചര്യം, മറുവശത്ത് അമിതലാളനയിലൂടെ കുട്ടികൾക്ക് അമിതമായിട്ടുള്ള ആവശ്യങ്ങൾ നടത്തി കൊടുക്കുന്നു. പക്ഷെ അവരുമായിട്ട് ഫലവത്തായി സമയം ചെലവഴിക്കാത്ത തരത്തിലുള്ള തെറ്റായ പേരൻറ്റിങ് രീതികൾ, അതുപോലെ പറഞ്ഞ ഈ സിനിമ സീരിയലുകളുടെ വർദ്ധിതമായ സ്വാധീനം, പ്രത്യേകിച്ച് സിനിമയിലേക്ക് പുതിയ നായകന്മാരെന്ന് പറഞ്ഞാൽ സൂപ്പർ സ്റ്റാറുകളടക്കം വില്ലനസ് ഹീറോസാണ്. അപ്പോൾ അതാണ് ഒരു പ്രധാന രീതിയായിട്ട് വരുന്നത്. അത്തരത്തിലുള്ള വയലൻസ് ഉള്ള സിനിമകളാണ് കുട്ടികളെ, കൗമാരക്കാരെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത്. അതുപോലെ തന്നെ മദ്യം, മയക്കുമരുന്നിൻ്റെ ഉപയോഗം വലിയ തോതിൽ വർദ്ധിച്ചു വരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഈ വീഡിയോ ഗെയിം, കാർട്ടൂണുകൾ, അതിൻ്റെയൊക്കെ അത് വളരെ കുട്ടിക്കാലത്ത് തന്നെ അവരിൽ ഉണ്ടാക്കുന്ന ആക്രമണോത്സുകതയും അതുപോലെ തന്നെ ആക്രമണ പ്രവണതയും അവരുടെ ബ്രെയിനിനെ തന്നെയാണ് ബാധിക്കുന്നത്. ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റിനെയാണ് ഈ കാർട്ടൂണുകളും അതുപോലെ വീഡിയോ ഗെയിമുകളും, അതിൻ്റെ ഈ കണ്ടന്റ് എന്ന് പറയുന്നതും അക്രമപരമാണ്. ആക്രമിച്ച് കീഴ്പ്പെടുത്തി മുന്നേറുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഇങ്ങനത്തെ ഒരു വലിയ തെറ്റായ രീതിയിലുള്ള ഒരു പൊതു അന്തരീക്ഷം സമൂഹത്തിൽ കഴിഞ്ഞ 2-3 ദശകങ്ങൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ കാരണങ്ങൾ പലതും ഓരോന്നും എടുത്ത് നമ്മൾ വിശദീകരിക്കേണ്ടി വരും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മൾട്ടി ഫാക്ടോറിയലായിട്ടുള്ള കാരണങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞ കൗമാരക്കാരിലും കുട്ടികളിലും അതുപോലെ യൂത്തിലും അക്രമ പ്രവണത വർദ്ധിച്ചു വരുന്ന ഒരു മാറ്റം വന്നിട്ടുള്ളത്. അതിന് ഏതെങ്കിലും ഒരു പ്രത്യേകിച്ച് കാരണത്തിലേക്ക് നമുക്ക് കൊണ്ട് എത്തിച്ചിട്ട് അത് മുഴുവൻ വിശദീകരിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇടപെടൽ എങ്ങനെ വേണമെന്ന് ചോദിക്കുമ്പോഴും ഒരു മൾട്ടി ഡയമെൻഷണലായിട്ടുള്ള ഒരു ഇടപെടൽ കുടുംബ പശ്ചാത്തലത്തിൽ തന്നെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പേരൻറ്റിങ് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പേരൻറ്റിങ്ങിനെ കുറിച്ച് ആരും ചർച്ച ചെയ്യുന്നില്ല. ശരിക്കും ലോകാരോഗ്യ സംഘടന 10 വർഷത്തിന് മുമ്പ് തന്നെ പറഞ്ഞത് ഈ കുട്ടികളിലുള്ള അക്രമ പ്രവണതകളെയും മാനസിക പ്രശ്നങ്ങളെയും നേരിടുന്നതിനുള്ള ഒരു പ്രധാന ഉപാധി ശരിയായ തരത്തിലുള്ള പേരൻറ്റിംഗ് ആണ്. ഫലവത്തായിട്ടുള്ള റെസ്പോൺസിബിൾ പേരൻറ്റിംഗ് എന്നുള്ള വാക്ക് തന്നെ പറയുന്നുണ്ട്. അങ്ങനത്തെ പേരൻറ്റിംഗ് ആണ് ബിഹേവിയറൽ വാക്സിൻ എന്നാണ് അതിന് പറയുന്നത്. ബിഹേവിയറൽ വാക്സിനാണ് ഈ പേരൻറ്റിങ്, ശരിയായ തരത്തിലുള്ള പേരൻറ്റിങ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പേരൻറ്റിങ്ങിന് ഒരു ശാസ്ത്രമാണ്, അത് സോഷ്യൽ സൈക്കോളജിയാണ്, സോഷ്യോളജിയാണ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കൂടുതൽ ചർച്ച ചെയ്യുകയും വിപുലപ്പെടുത്തുകയൊക്കെ ചെയ്യുകയാണ് ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് ക്രിയേറ്റീവായിട്ട്, കൺസ്ട്രക്റ്റീവായിട്ട്. ഡോക്ടർ ജയപ്രകാശ്, ഞാൻ തടസ്സപ്പെടുത്തിയല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ പാരന്റിങ് വളരെ നിർണായകമാവുന്ന ഒരു കാലമാണെന്ന് പറയുന്നു. അങ്ങ് തന്നെ താരതമ്യം ചെയ്ത് നോക്കൂ. ഈ മുൻ തലമുറയുടെ പേരൻസ് ഉണ്ടല്ലോ, 80-ലും 90-ലും ജനിച്ച കുട്ടികളുടെ പേരൻസിനേക്കാൾ എത്രയോ പ്രൊഫഷണലായി, സയൻറ്റിഫിക്കായി കുട്ടികൾ വളർത്തുന്നുണ്ട് ഇപ്പോഴത്തെ പേരൻസ് എന്ന് അവർ തന്നെ അവകാശപ്പെടാറുണ്ട്. അണുകുടുംബങ്ങളായതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കൂടുതൽ ശ്രദ്ധ കിട്ടുന്നുണ്ട് എന്നും പേരൻസ് അവകാശപ്പെടുന്നുണ്ട്. അല്ല, അതിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ഒരു 2-3 ദശകങ്ങളുടെ പശ്ചാത്തലം പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആവറേജ് ആയിട്ടൊരു ശരാശരി കുടുംബ പശ്ചാത്തലത്തിൽ അവരുടെ മത്സരാധിഷ്ഠിതമായിട്ടുള്ള ഒരു കുടുംബ പശ്ചാത്തലം വലിയ തോതിൽ വർദ്ധിച്ചു വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ വരെ മത്സരിക്കേണ്ടി വരുന്നു അവരുടെ ഒരു അടുത്ത പോസ്റ്റിന് വേണ്ടി. അങ്ങനത്തെ ഒരു മത്സരാധിഷ്ഠിത അന്തരീക്ഷം. ഒരിക്കലും ഒരു കുട്ടി എൻ്റെ അടുത്ത്, ഒരു 15 കൊല്ലത്തിന് മുമ്പ് ഒരു കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞത് 8 വയസ്സുള്ള അനിയനാണ്, 10 വയസ്സുള്ള ചേട്ടനെക്കാളും ചേട്ടന് ഉണ്ട്. അപ്പോൾ ചേട്ടന് കൂടുതൽ മാർക്ക് കിട്ടുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞു. ചേട്ടനുമായിട്ട് എപ്പോഴും അടിയാണ്. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ കൊണ്ടുവന്നത് SIT ബിഹേവിയർ പീഡിയാട്രിക്സിൽ. അപ്പോൾ ഞാൻ അനിയനോട് സംസാരിച്ചപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് ചേട്ടന് കൂടുതൽ മാർക്ക് കിട്ടുന്ന ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, മോൻ എന്താ അങ്ങനെ ചേട്ടൻ കൂടുതൽ മാർക്ക് മേടിക്കുന്നതിന് മോനെന്തിനാ വിഷമം എന്ന് ചോദിച്ചപ്പം ആ കുട്ടി പറഞ്ഞു, ഞാനും അതുപോലെ മാർക്ക് വാങ്ങിക്കാൻ വേണ്ടി അമ്മ എന്നെ നിർബന്ധിക്കും. അപ്പോൾ ചേട്ടന് കൂടുതൽ മാർക്ക് കിട്ടിയാൽ ഞാനും കൂടുതൽ വാങ്ങിക്കേണ്ടി വരും. ചേട്ടൻ എപ്പോഴും ഇരുന്ന് പഠിക്കും, എനിക്ക് എപ്പോഴും ഇരുന്ന് പഠിക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മൈക്രോ ലെവലിലുള്ള കോമ്പറ്റീഷനാണ്. കുടുംബത്തിനകത്ത് തന്നെ 2 കുട്ടികൾ തമ്മിൽ അങ്ങനെ മത്സരാധിഷ്ഠിത അന്തരീക്ഷം വരുന്നുണ്ട്. പിന്നെ നോക്കൂ, നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടികളെല്ലാം കളിക്കാൻ കൊടുക്കുന്ന മൊബൈൽ ഫോണാണ്. മൊബൈൽ ഫോണിൽ കാർട്ടൂണും വീഡിയോ ഗെയിമും. ഒരിക്കലും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കണ്ടപ്പോഴത്തേക്ക് അതിനകത്ത് ഒരു വയസ്സുള്ള കുട്ടിയെ അമ്മ ഫീഡ് ചെയ്യുന്നു. ഫേസ്ബുക്കിലുള്ള പടമാണ്. അപ്പോൾ അമ്മ നെറ്റിയിൽ ഒരു മൊബൈൽ ഫോൺ വെച്ച് കെട്ടിയിരിക്കുന്നു, അതിൽ കാർട്ടൂൺ കാണുന്നു.
അപ്പോൾ എന്നിട്ട് അപ്പോൾ താഴെ ഒരുപാട് കമൻറ്റുകൾ ഭയങ്കര മാർവലസ് എന്നൊക്കെ പറഞ്ഞ് വലിയൊരു കണ്ടുപിടുത്തം പോലെ. യഥാർത്ഥത്തിൽ ആ കുട്ടിക്ക് വേണ്ടി അമ്മ ചെയ്യുന്നത് വളരെ കഷ്ടമാണെന്ന് നമുക്ക് പറയേണ്ടി വരും. ഈ 1 വയസ്സുള്ള കുട്ടിയെ മൊബൈൽ ഫോണും കാർട്ടൂണും കാണിക്കുന്നത് നമ്മൾ പറയുന്നത് പീഡിയാട്രിഷ്യൻസിൻ്റെ ഓർഗനൈസേഷൻസ്, അമേരിക്കൻ അക്കാഡമി പീഡിയാട്രിക്സ് ഒക്കെ പറയുന്നത് 4-5 വയസ്സ് വരെ കുട്ടികളെ മൊബൈൽ കാണിക്കാനേ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ മൊബൈലിൽ കുട്ടികൾ കാണുന്നത് അത് അനന്തരമാണോ കാണുന്നത്? അടൂർ ഗോപാലകൃഷ്ണൻ്റെ അനന്തരമല്ലല്ലോ കാണുന്നത്. അവർ കാണുന്നത് കാർട്ടൂണുകളും വീഡിയോ ഗെയിമുകളുമാണ്. കാർട്ടൂണും വീഡിയോ ഗെയിം എന്ന് പറയുന്നത് ഏറ്റവും കൂടിയ വേഗതയുള്ള സ്റ്റിമുലസ് ആണ്. അഗ്രഷനാണ് അതിലെ കണ്ടന്റ്. അഗ്രഷൻ കണ്ടന്റ് ആയതുകൊണ്ടാണ് കാർട്ടൂണുകൾ കുട്ടികൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അങ്ങനെ ഈ അഗ്രഷനുള്ള കാർട്ടൂൺ കണ്ടന്റ് വീഡിയോ ഗെയിമും കാണുന്ന കുട്ടിയിൽ അക്രമ പ്രവണത വർദ്ധിക്കുന്ന രീതിയാണ്. അപ്പോൾ എല്ലാം അവർ ആക്ഷനിലൂടെ നേടുകയാണ്. ഇത്തരത്തിലുള്ള വളർന്നു വരുന്ന കുട്ടികൾക്ക്, ഈ രീതിയിൽ വളർന്നു വരുന്ന കുട്ടികൾക്ക് സംസാരിച്ച് ഒരാളോട് തൻ്റെ ആഗ്രഹം പറഞ്ഞ് അവരെ സംസാരിച്ച് ബോധ്യപ്പെടുത്തി വാക്ചാതുര്യോടുകൂടി അത് മനസ്സിലാക്കി ആഗ്രഹം നേടുക എന്നുള്ള ഒരു കഴിവ് അവർക്ക് കുറവായിരിക്കും. പകരം ആക്രമിച്ച് കീഴ്പ്പെടുത്തുക, ആക്രമിച്ച് കാര്യം നടത്തുക. അപ്പോൾ ഒരു കാര്യം നടന്നില്ലെങ്കിൽ മൊബൈൽ അങ്ങ് എടുത്തെറിയുക, അല്ലെങ്കിൽ റിമോട്ട് എറിഞ്ഞ് പൊട്ടിക്കുക, അല്ലെങ്കിൽ അച്ഛനെ ഒരു അടി കൊടുക്കുക, അല്ലെങ്കിൽ അമ്മയെ ഒരു കുത്തു കൊടുക്കുക, അമ്മയുടെ മുടി പിടിച്ച് വലിക്കുക. ഇതെല്ലാം അഗ്രസീവ് ബിഹേവിയറുകളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള അഗ്രസീവ് ബിഹേവിയറുള്ള കുട്ടികളുടെ എണ്ണം ഞങ്ങൾ കാണുന്ന കഴിഞ്ഞ ഒരു 30 കൊല്ലത്തെ അനുഭവത്തിൽ പറയുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള കുട്ടികളുടെ എണ്ണം വളരെ കൂടുതലായിട്ട് വരുന്നു. അതുകൊണ്ട് പുതിയ തലമുറയിലുള്ള യങ് പേരൻസ്, മുഴുവൻ പേരൻസും ശരിയായ തരത്തിലുള്ള റെസ്പോൺസിബിൾ പേരൻറ്റിംഗ് ആണെന്ന് പറയാൻ കഴിയില്ല. അത് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കുട്ടിയുമായി ഫലവത്തായിട്ട് സമയം ചെലവഴിക്കാൻ കഴിയാതെ വരുന്നുണ്ട്. അപ്പോൾ അത് നികത്തുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വില കൂടിയ സമ്മാനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ പെർമിസീവ് പേരൻറ്റിങ്ങിൻ്റെ ഒരു രീതി വലിയ തോതിൽ പുതിയ കാലത്തിൽ വരുന്നുണ്ട്. അപ്പോൾ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള പേരൻറ്റിങ്ങിലേക്ക് നമുക്ക് കുട്ടിയുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് കുട്ടിയോടൊപ്പം സമയം ചെലവഴിച്ച് കുട്ടിയുടെ വിഷനും കൂടി മനസ്സിലാക്കി കുട്ടിയുടെ താല്പര്യം കൂടി മനസ്സിലാക്കിക്കൊണ്ട് കുട്ടിയെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള തരത്തിലുള്ള പേരൻറ്റിങ് എന്ന് പറയും, അതോറിറ്റേറ്റീവ് പേരൻറ്റിങ്, റെസ്പോൺസിബിൾ പേരൻറ്റിങ്. ആ പേരൻറ്റിങ്, അതുകൊണ്ടാണ് ലോകാരോഗ്യ സംഘടന പേരൻറ്റിങ്ങിന് ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് കുട്ടികളെ വളർത്തുന്നതിലും കുട്ടികളിലുള്ള മാനസിക രോഗാതുരത കുറയ്ക്കുന്നതിലും ഒരു വഴിയായിട്ട് ബിഹേവിയറൽ വാക്സിൻ എന്നാണ് പേരൻറ്റിങ്ങിനെ പറയുന്നത്. അത് ഇന്നത്തെ അവസ്ഥയിൽ അത് വളരെ റിസ്ട്രെയിൻഡ് ആണെന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമേ ഇല്ല. ക്ലിനിക്കൽ അനുഭവം ദിനുബയിൽ ഇവിടെ ഡോക്ടർ ജയപ്രകാശ് പറഞ്ഞു വരുന്നത്, അദ്ദേഹം ഒരു 15 വർഷം മുമ്പുള്ള ഉദാഹരണം പറയുന്നു. മൊബൈൽ ഫോൺ അഡിക്ഷൻ കുട്ടികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച്, പ്രത്യേകിച്ചും കാർട്ടൂണും വീഡിയോ ഗെയിംസും ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പറയുന്നു. ഇന്ന് നമ്മൾ താമരശ്ശേരിയിൽ കാണുന്നത് സ്കൂൾ വിദ്യാർത്ഥികളാണ്. അതായത് ഡോക്ടർ ജയപ്രകാശ് പറയുന്ന ആ കാലഘട്ടത്തിന് ശേഷം ജനിച്ചവരായിരിക്കും. അത് പുതിയൊരു കാലമാണ്. ഈ പുതിയ കാലത്ത് ഈ കുട്ടികൾ ഇങ്ങനെ പെരുമാറുന്നത് എന്തുകൊണ്ടാണ് എന്ന് അത്ഭുതപ്പെടുകയാണ് പഴയ തലമുറ. ഇവിടെ പറയുന്ന പോലെ പേരൻറ്റിംഗ് ആണോ പ്രശ്നം? അതായത് രക്ഷിതാക്കൾ ഈ കുട്ടികളെ എങ്ങനെ ചിന്തിക്കുന്നു, അവരെന്ത് കാണുന്നു, അവരെങ്ങനെ ലോകത്തെ നോക്കി കാണുന്നു, അവരെങ്ങനെ പെരുമാറുന്നു എന്നതിനെക്കുറിച്ച് തീർത്തും അജ്ഞരായതാണോ ഈ പ്രശ്നങ്ങൾക്ക് കാരണം? അതല്ല, മുമ്പ് അരുൺകുമാറും റിജിലും പറഞ്ഞതുപോലെ ലഹരി ഇവരിലേക്ക് കൂടി എത്തിക്കഴിഞ്ഞു. ഇന്ത്യയുടെ ഒരു ഹാപ്പിനെസ് ഇൻഡെക്സ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തന്നെ 149 രാജ്യങ്ങളുള്ളതിൽ നമ്മുടെ സ്ഥാനം എന്ന് പറയുന്നത് 126 വിശേഷിച്ച് ഒരു പോസ്റ്റ് കോവിഡ് സമയത്ത്, ഒരു ആൽഫ ജനറേഷനിലേക്ക് വരുന്ന സമയത്ത് ഇന്ത്യയിൽ ആകമാനം നമ്മൾ കാണുന്നത് ഇത്തരത്തിൽ ഈ പ്രായത്തിൽപ്പെട്ട കുട്ടികൾക്കിടയിൽ, പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിനിടയിലും കുട്ടികൾക്കിടയിലും, ജനറേഷൻ്റെ അകത്തും ആൽഫ ജനറേഷൻ്റെ അകത്തും വയലൻസിൻ്റെ തോത് വളരെയധികം വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇപ്പം കഴിഞ്ഞൊരു ദിവസമാണ് ഞാൻ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്നൊരു സിനിമ കാണാൻ വേണ്ടി പോയ സമയത്ത് അതിൽ ഗർഭിണി ആണെന്ന് അവകാശപ്പെടുന്ന ഒരു സ്ത്രീയുടെ അവർ മാല മോഷ്ടിക്കുന്ന സമയത്ത് അവരുടെ അടിവയറ്റിൽ ചവിട്ടുന്ന സമയത്ത് തിയേറ്ററിൽ വലിയ കരഘോഷമാണ് നമ്മൾ കാണുന്നത്. അപ്പം ഇത്തരത്തിൽ വയലൻസിനെ സ്വീകരിക്കുന്ന, വയലൻസിന് മുൻപ് കാലത്ത് ഉള്ളതിനേക്കാൾ കൂടുതൽ സ്വീകാര്യത ലഭിക്കുന്ന ഒരു ജനറേഷൻ ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇതിൻ്റെ കാരണങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഇപ്പം ഒന്ന് നമുക്ക് ഈ സോഷ്യൽ ലേണിംഗ് തിയറി പറയുന്ന പോലെ തന്നെ ഒരു കാര്യത്തെ കണ്ടുകൊണ്ട് അതിനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് ജീവിതത്തിലേക്ക് പകർത്തുന്നതായിട്ട് നമുക്ക് കരുതാം. സോഷ്യൽ ലേണിംഗ് തിയറി വെച്ചാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ വയലൻസ് ഉൽപ്പാദിപ്പിക്കുന്ന സിനിമകൾ പ്രതിഭാഗത്ത് നിൽക്കേണ്ടി വരും. ഒപ്പം തന്നെ നിരന്തരം ഇമേഴ്സീവ് ആയിട്ടുള്ള വീഡിയോ ഗെയിമുകൾ, വിർച്വൽ റിയാലിറ്റിയുടെ ലോകത്ത് വളരെയധികം ഇമേഴ്സീവ് ആയിക്കൊണ്ട് കുട്ടികളെ കൊണ്ടുപോകുന്ന, വയലൻസ് വളരെ സ്വാഭാവികമായി ഗണ്ണടക്കമുള്ള മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഫാക്ടറുകൾ ഉപയോഗിച്ചുകൊണ്ട് വയലൻസിനെ പെർപെച്വേറ്റ് ചെയ്യുന്ന വീഡിയോ ഗെയിമുകൾ ഒരു കാര്യമായിട്ട് പറയാം. അതോടൊപ്പം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇറങ്ങുന്ന, വളരെ നേരത്തെ സാറ് സൂചിപ്പിച്ച പോലെ തന്നെ വളരെ സ്പോണ്ടേനിയസ് സ്റ്റിമുലസ് കൊടുക്കുന്ന രീതിയിലുള്ള
വളരെ അഡ്രിനാലിൻ റഷൊക്കെ കൊടുക്കുന്ന രീതിയിലുള്ള സോഷ്യൽ മീഡിയക്കകത്തുള്ള കണ്ടന്റുകൾ. ഇപ്പം ഇന്നെൻ്റെ ബാഡ് ഡേ ജോയിൻ്റ് അടിക്കണം എന്നാണ് വിശ്വ മ്യൂസിക് എന്ന് പറയുന്ന ഏറ്റവും അധികം സോഷ്യൽ മീഡിയയിൽ യങ്സ്റ്റേഴ്സും കുട്ടികളും ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരാളുടെ റീലിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് ഇതാണ്, മാസീവായിട്ട് ഷെയർ ചെയ്യപ്പെടുന്ന കണ്ടന്റ് ഇതാണ്. അപ്പോൾ വളരെ കൃത്യമായിക്കൊണ്ട് ഈ 3 കാരണങ്ങളെ നമുക്കൊരു സോഷ്യൽ തിയറി പ്രകാരം പറയാമെങ്കിലും നേരത്തെ ചൈൽഡ് സൈക്കാട്രിസ്റ്റ് ആയിട്ടുള്ള സാർ സൂചിപ്പിച്ച പോലെ തന്നെ ഇതിനൊരു മൾട്ടി ഡയമെൻഷനൽ മോഡൽ അല്ലെങ്കിൽ ഒരു എക്കോളജിക്കൽ മോഡൽ ഓഫ് വയലൻസ് നമ്മൾ കാണാതെ പോകരുത്. കാണാതെ പോയാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് ചില വ്യക്തികളുടെ പ്രശ്നമാണെന്നും വ്യക്തികളെ മാറ്റിക്കഴിഞ്ഞാൽ ഈ പ്രശ്നത്തെ സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ള ഒരു ഡിറ്റർമിനിസ്റ്റിക് വാദത്തിലേക്ക് നമ്മൾ ചുരുങ്ങി പോകാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ശാരീരികമായ വയലൻസിനെ മാത്രം അഡ്രസ്സ് ചെയ്യാനുള്ളൊരു കാരണമുണ്ട്. അപ്പോൾ നമ്മൾ വയലൻസിൻ്റെ ഒരു എക്കോളജിക്കൽ മോഡൽ ഡൽബർഗും ക്രഗും ഒക്കെയുള്ള പോലുള്ള തിയറിസ്റ്റുകൾ പറഞ്ഞിട്ടുള്ള ഒരു മോഡലിലേക്ക് വരുന്ന സമയത്ത് 4 തലങ്ങളിൽ ഇടപെടലുകൾ ആവശ്യമുണ്ട്. ഒന്ന് വ്യക്തി തലത്തിലാണ്, അതൊരു പക്ഷേ വളർച്ചാഘട്ടത്തിൽ ഉണ്ടാകുന്ന കുട്ടിയുടെ അനുഭവങ്ങൾ, പേഴ്സണാലിറ്റി, നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറോ ബോർഡർലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ അടക്കമുള്ള ഡിസോർഡറുകൾ, ഡ്രഗ് അബ്യൂസ് പോലുള്ള വ്യക്തിതലത്തിലുള്ള പ്രശ്നങ്ങൾ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അവിടെ വ്യക്തിപരമായിട്ടുള്ള സൈക്കോളജിക്കൽ അസിസ്റ്റൻസ് അടക്കമുള്ള കാര്യങ്ങൾ സ്റ്റേറ്റിൻ്റെ കൂടി ഇടപെടലുകളിൽ നടപ്പിലാക്കേണ്ടതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ആവശ്യകതയുണ്ട്. രണ്ടാമത്തതൊന്ന് ബന്ധങ്ങളുടെ തലത്തിലാണ്. വൈവാഹിക ജീവിതത്തിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ, സൗഹൃദങ്ങൾ പലപ്പോഴും ഇന്ന് നമ്മൾ കണ്ട പോലെ തന്നെ വിർച്വൽ റിയാലിറ്റിയിലെ ഗ്യാങ്ങുകളായി മാറുന്നത്, പാരൻറ്റിങ് ഒട്ടുമില്ലാത്ത നെഗ്ലക്ഷൻ നടക്കുന്നു. അതേ സമയത്ത് ഹെലികോപ്റ്റർ പാരൻറ്റിങ് എന്നുള്ള രീതിയിൽ വളരെ സ്ട്രിഞ്ചൻ്റ് ആയിട്ടുള്ള പാരൻറ്റിങ് നടക്കുന്നു. സാമൂഹികവും സാമ്പത്തികവുമായ പിന്നോക്കാവസ്ഥ, ഇത്തരത്തിൽ ബന്ധങ്ങളുടെ തലത്തിലുള്ള പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതുണ്ട്. മറ്റൊന്ന് സമുദായ തലത്തിൽ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി തലത്തിലുള്ള പ്രശ്നങ്ങളാണ്. വിക്ടിമിനെ കെയർ ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ റിഫോർമേറ്റ് ചെയ്യുന്ന തലത്തിലുള്ള സംവിധാനങ്ങളുടെ അപര്യാപ്തത, ഡ്രഗ് ട്രേഡ്, ദാരിദ്ര്യം, സാമൂഹ്യപരമായ ഒറ്റപ്പെടൽ, ഇതൊക്കെ തന്നെ ഇത്തരം പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. അവസാനത്തെ ഒരു തലം എന്ന് പറയുന്നത് സാമൂഹികമായുള്ള തലമാണ്. ആ തലത്തിനകത്ത് സ്റ്റേറ്റിന് തീർച്ചയായിട്ടും ഇൻ്റർഫെയർ ചെയ്യാനുണ്ട്. സാമ്പത്തികമായ തുല്യതയില്ലായ്മ, ജെൻഡറിനെ സംബന്ധിച്ചുള്ള തുല്യമില്ലായ്മ, നിയമവാഴ്ചയുടെ കൃത്യമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇത്തരം വയലൻസിനെ ഊട്ടിയുറപ്പിക്കുന്ന നോമുകൾ, ഇവയൊക്കെ തന്നെ മാറ്റിമറക്കേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർപേഴ്സണൽ വയലൻസിനെയും സ്വയം നമ്മളോട് ചെയ്യുന്ന സൂയിസൈഡ് പോലുള്ള വയലൻസിനെയും അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി സ്റ്റേറ്റ് മെക്കാനിസംസ് പലപ്പോഴും അപര്യാപ്തമാകുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കളക്റ്റീവായി ഉണ്ടാവുന്ന ലാർജർ വയലൻസിനെ പോലീസ് ഫോഴ്സിനെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് സ്റ്റേറ്റ് കറക്റ്റ് ചെയ്യുന്ന സമയത്തും ഈ ഇൻ്റർപേഴ്സണൽ തലത്തിലുണ്ടാവുന്ന വയലൻസിനെ അഡ്രസ്സ് ചെയ്യാനുള്ള മെക്കാനിസംസ് കൂടുതലായി വളരേണ്ടതുണ്ട്. അതിനെ അഡ്രസ്സ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇത്തരം പ്രശ്നങ്ങൾക്ക് ചോദിക്കട്ടെ. ഈ വയലൻസ് എന്ന് പറയുമ്പോൾ യുവതലമുറയിലെ വയലൻസ്, ഇപ്പോൾ നമ്മൾ താമരശ്ശേരിയിൽ എന്താണ് കാണുന്നത്? കുട്ടികൾ തമ്മിൽ തല്ലുകൂടുക, അടി കൂടുക എന്നുള്ളത് വളരെ സർവ്വസാധാരണമാണ്. അത് ഏത് തലമുറയിലുള്ള കാര്യമാണ്. ഇതങ്ങനെയല്ല. ഒരു തരത്തിലുള്ള എമ്പതിയും ഇല്ലാതെ ഒരാളെ കൊല്ലണമെന്ന് വിചാരിച്ചോട് കൂടി തന്നെ ആക്രമിക്കുകയാണ്. അങ്ങനെ ഒരുതരം എമ്പതി ഇല്ലാതാക്കുന്ന തരത്തിലുള്ള സാമൂഹിക സാഹചര്യം എങ്ങനെയാണ് മാറിയത്? ഇതിന് ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ കോവിഡിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു ഡിസ്ട്രെസ് ഉണ്ട്. അത് ഒരു സോഷ്യലി ഒരു ഡിസ്ട്രെസ് ഉണ്ട്, എക്കണോമിക്കലി ഡിസ്ട്രെസ് ഉണ്ട്. ഇത് കുടുംബ ബന്ധങ്ങളിൽ ഡിസ്ട്രെസ് ഉണ്ടാക്കിയിട്ടുണ്ട് കോവിഡ്, തീർച്ചയാണ്. പക്ഷെ അതിൽ നിന്ന് കരകയറാൻ പറ്റിയിട്ടില്ല 5 കൊല്ലം കഴിഞ്ഞിട്ടും എന്ന് വരുന്നത് എന്തുകൊണ്ടായിരിക്കും? നമ്മൾ പലപ്പോഴും ഒരു വയലൻസിൻ്റെ ഫിസിക്കൽ ഫോമിൽ, അതായത് ശാരീരികമായി നടക്കുന്ന ഒരു വയലൻസിനെയാണ് നമ്മൾ കാണുന്നതും പ്രശ്നവൽക്കരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ആ ഘട്ടത്തിലേക്ക് ഒരു കുട്ടിയോ ഒരു യുവാവോ എത്തുന്നതിന് മുമ്പ് പല ഘട്ടങ്ങളിലായി മൈക്രോ അഗ്രഷൻ്റെ പല പാറ്റേണുകൾ അവർ കാണിക്കാനുള്ള സാധ്യതകളുണ്ട്. അതൊരു പക്ഷേ വീട്ടിനകത്ത് കുട്ടിക്കാലത്ത് ആ കുട്ടിയിൽ ഉണ്ടാകുന്ന പേഴ്സണാലിറ്റി ഡിസോർഡർ കാരണം ആ കുട്ടി കാണിക്കുന്ന മൈക്രോ അഗ്രഷൻസ് ആയിരിക്കാം. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വ്യാപകമായി സൈബർ ക്രൈമുകൾ കമ്മിറ്റ് ചെയ്യുന്നതിനകത്ത് ജുവനൈലായിട്ടുള്ള എത്രയോ ഡിലിക്വൻസ് ഉണ്ട് എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഞാൻ ഒരൊറ്റ ഉദാഹരണം പറയാം. ഞങ്ങൾ ഇടപെട്ടിട്ടുണ്ടായിരുന്ന ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു ദളിത് വിഭാഗത്തിലെ സ്ത്രീയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മെസ്സഞ്ചറിൽ അവരെ അശ്ലീല വർഷം നടത്തിയിട്ടുള്ള, അവരെ ഏറ്റവും മോശമായി സംസാരിച്ചിട്ടുള്ള ഒരാൾ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്ന പ്രതിസ്ഥാനത്ത് വരാൻ പോകുന്നത് കുറച്ച് പ്രായം ചെന്നൊരു മനുഷ്യനാണെന്നുള്ളതാണ്. പക്ഷെ 16-15 വയസ്സുള്ള ഒരു കുട്ടിയാണ് അതിൻ്റെ അകത്തെ ജുവനൈൽ ഡെലിക്വൻ്റ് എന്നുള്ളത് അറിയുന്ന സമയത്ത് വലിയ ഷോക്കാണ് നമ്മളെയൊക്കെ സംബന്ധിച്ച് ഉണ്ടാവുന്നത്. ഇതിനൊരു പോംവഴി എന്ന് പറയുന്നത് കൃത്യമായി നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനകത്ത് ഇത്ര റാപ്പിഡായിട്ടുള്ള ഒരു ചേഞ്ച് സൊസൈറ്റിയിൽ വരുന്ന സമയത്ത് അതിനനുസൃതമായിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ അകത്ത് മാറ്റം ഉണ്ടാവുന്നില്ല. ഡിജിറ്റൽ ലിറ്ററസി പഠിപ്പിക്കുന്നില്ല നമ്മുടെ സ്ഥാപനങ്ങളിൽ കൃത്യമായി. ലൈഫ് സ്കിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ട്രെയിനിങ്ങുകളുടെ അപര്യാപ്തതയുണ്ട്. കോൺഫ്ലിക്റ്റുകൾ, 2 വ്യക്തികൾ തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കോൺഫ്ലിക്റ്റിനെ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ കുട്ടിക്കാലത്ത് ഒരു പക്ഷേ
ഒരു ഡസ്റ്റർ എറിഞ്ഞോ 2 ദിവസം മിണ്ടാതെ ഇരുന്നിട്ടൊക്കെയാണ് നമ്മൾ ആ പ്രശ്നങ്ങൾ തീർത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ 2 വ്യക്തികൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റിനെ തീർക്കാൻ വേണ്ടി വയലൻസ് മാത്രമാണ് പോംവഴിയെന്നും അങ്ങനെ കൂട്ടായി ആക്രമിച്ചാൽ നമ്മുടെ നിയമം പോലും പിടിക്കില്ല എന്ന തരത്തിലുള്ള തോന്നലുകൾ ഉണ്ടാവുന്നുണ്ട്. അപ്പം വളരെ അടിസ്ഥാനപരമായി നമ്മുടെ അംഗനവാടികൾ തൊട്ട് തുടങ്ങുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ അകത്ത് സ്കിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ട്രെയിനിങ്ങുകൾ വേണം, കോൺഫ്ലിക്റ്റ് മാനേജ്മെൻറ്റ് എങ്ങനെ ചെയ്യാമെന്നുള്ളത് വേണം, ആങ്കർ സ്ട്രെസ് മാനേജ്മെൻറ്റ് എങ്ങനെ ചെയ്യാമെന്നുള്ളതും പാഠ്യപദ്ധതിയുടെ ഭാഗമാകേണ്ടതുണ്ട്. ശരി, അരുൺകുമാർ, ഈ കോവിഡിൻ്റെ സമയത്തെ കോവിഡിന് ശേഷവും സംസ്ഥാന സർക്കാർ പുതിയ കേരളത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, ഒരു നോളജ് ബേസ്ഡ് എക്കണോമിയെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, കോവിഡിനെ കേരളം എങ്ങനെ പ്രതിരോധിച്ചു എന്ന് സംസാരിച്ചിട്ടുണ്ട്. കോവിഡിൻ്റെ ലോക്ക്ഡൗൺ കാലത്ത് നമ്മൾ കണ്ടതാണ് വയലൻസിൻ്റെ ഒരു അതിപ്രസരം. അതൊരു ഡൊമസ്റ്റിക് വയലൻസ് ആയിരുന്നു, കൂടുതൽ വീടിന് അകത്തായിരുന്നു വയലൻസ്. ഈ കോവിഡിന് ശേഷം മനുഷ്യർ എങ്ങനെ ജീവിക്കുന്നു, കോവിഡിന് ശേഷം മലയാളികൾക്ക് വന്ന മാറ്റം എന്താണ്, കോവിഡ് പുതിയ തലമുറയെ എങ്ങനെ സ്വാധീനിച്ചു, ഇതേക്കുറിച്ചൊക്കെ ഭരണകൂടം ചിന്തിക്കണ്ടേ, നമ്മുടെ ഗവേഷകർ ചിന്തിക്കണ്ടേ? അത്തരത്തിലുള്ള എന്തെങ്കിലും മുൻകരുതൽ, എന്തെങ്കിലും തുടർ നടപടികൾ സംസ്ഥാന സർക്കാർ എടുത്തിട്ടുണ്ടോ? ഇവിടെ സൂചിപ്പിച്ചതുപോലെ കോവിഡിന് ശേഷം ജീവിതശൈലിയിൽ വലിയ മാറ്റം തന്നെ വന്നിട്ടുണ്ട്. നമുക്കറിയാം, പണ്ട് വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും പ്രായപൂർത്തിയായവർക്കും മാത്രമാണ് മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നതും ഉപയോഗിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. എന്നാൽ ഓൺലൈൻ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി എല്ലാവർക്കും ഫോൺ ഉറപ്പുവരുത്തുന്ന പ്രവർത്തനം ഗവൺമെൻറ്റും പൊതുസമൂഹവും എല്ലാം ഏറ്റെടുത്തു. അതും നല്ല സൗകര്യമുള്ള, നല്ല ഏറ്റവും ആധുനികമായിട്ടുള്ള മൊബൈൽ ഫോണാണ് പലരുടെ കയ്യിലും ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഉപഭോഗവും വിവിധ കമ്പനികൾ വ്യത്യസ്ത സ്കീമുകൾ കൊടുക്കുന്നു. രാത്രികാലങ്ങളിൽ വിവിധ മൊബൈൽ കമ്പനികൾ ഫ്രീ സർവീസ് കൊടുക്കുന്നു, ഇത്ര മണിക്കൂർ എന്ന രൂപത്തിലെല്ലാം വരുന്നു. അപ്പോൾ അതിൻ്റെ വലിയ തരത്തിലുള്ള ദുരുപയോഗവും പലരും ഇത്തരത്തിൽ ചതിക്കുഴികളിൽ വീണുപോകുന്ന സാഹചര്യമുണ്ട്. പലരും പെട്ടെന്ന് പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ തേടുന്നു ചെറുപ്പക്കാർ. അതും കുട്ടികളായിരിക്കുമ്പോൾ മുതൽ അതിലേക്ക് വീണു പോകുന്ന സാഹചര്യമുണ്ട്. റോൾ മോഡലായി കാണുന്ന പലരെയും അനുകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രകടനപരത അവരിൽ കാണുന്നു. അതുപോലെ ആ പ്രകടനപരതയുടെ ഭാഗമായിട്ട് ചൂതുകളി, ഓൺലൈൻ മറ്റ് മത്സരങ്ങൾ, മറ്റിതിലൊക്കെ പെട്ടെന്ന് പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗം സ്വീകരിക്കുന്നു. പലർക്കും നിരാശാബോധം ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് മോചിതനാകാൻ വേണ്ടി സ്വീകരിക്കുന്ന വ്യത്യസ്ത മാർഗങ്ങളുണ്ട്. ഞാൻ ശിശുക്ഷേമ സമിതിയുടെ ഉപാധ്യക്ഷനായി കഴിഞ്ഞ 5 കൊല്ലമായി പ്രവർത്തിക്കുന്ന ആളാണ്. വ്യത്യസ്ത സ്കൂളുകളിൽ നിന്നും, പ്രത്യേകിച്ച് എറണാകുളം പട്ടണത്തിലെ പല സ്കൂളുകളിൽ നിന്നും കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും അതുപോലെ PTA പരാതി കിട്ടുകയും ആ പരാതിയുടെ ഭാഗമായി അന്വേഷണത്തിന്റെ ഭാഗമായി ചെല്ലുകയും അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള പല മാർഗങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുമ്പോഴുമെല്ലാം പല പരാതികൾ പരിശോധിക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സ് തകർന്നു പോകുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ നിരവധി ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റികളിലും കിട്ടുന്ന പരാതികൾ സിൻഡിക്കേറ്റ് മെമ്പർ എന്ന രൂപത്തിൽ ഇടപെടുമ്പോഴും നിരവധി വിദ്യാർത്ഥിനികളുടെ പരാതി കിട്ടുന്നു, രക്ഷിതാക്കളുടെ പരാതി കിട്ടുന്നു. അപ്പോൾ അവരെല്ലാം തിരിച്ചു കൊണ്ടുവരാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഇപ്പം അങ്ങ് സൂചിപ്പിച്ചതുപോലെ, ഇവിടെ ഈ ചർച്ചയുടെ ഭാഗമായി എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ഇതിൽ കൂട്ടായിട്ടുള്ള പ്രവർത്തനം വേണം. യുവജനങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും ജീവിതശൈലിയിൽ വന്നിരിക്കുന്ന മാറ്റം, ആ മാറ്റത്തെ നന്നായി ഉൾക്കൊണ്ടുകൊണ്ട് രക്ഷിതാക്കൾക്ക് അത് വേണ്ടത്ര തരത്തിൽ ശ്രദ്ധിക്കാൻ കഴിയാതെ വരുന്ന സാഹചര്യം, അധ്യാപകർ നിസ്സഹായരായി മാറുന്ന സാഹചര്യം, പൊതുസമൂഹത്തിന് ഇടപെടാൻ മടി വരുന്ന സാഹചര്യം, പ്രത്യേകിച്ച് വായനശാലകളും ക്ലബ്ബുകളും റെസിഡൻസ് അസോസിയേഷനുകളും എല്ലാം പഴയതുപോലെ പൊതു ഇടങ്ങൾ സൃഷ്ടിച്ച് നന്നായി ഇടപെടാൻ കഴിയുന്ന, ശരിക്കും മനസ്സ് തുറന്ന് സംസാരിക്കാൻ കഴിയുന്ന വേദികളെല്ലാം ഇപ്പോൾ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു പഠനം തന്നെ ആവശ്യമാണ്. പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഇത്തരം സാഹചര്യങ്ങളിലെല്ലാം എന്താണ് ഇങ്ങനെ പൊതുസമൂഹം പോകുന്നത്, നിരവധി കാര്യങ്ങൾ ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. വളരെ അപകടപരത ഉണ്ടാകുന്നു. ഇപ്പോൾ കുട്ടികൾ തന്നെ നമ്മൾ എത്ര വലിയ ക്രൈം ചെയ്താലും ഒരു കുറ്റവാളി പോലും ആകില്ല എന്ന് തെറ്റായിട്ടുള്ള ധാരണയുടെ ഭാഗമായി അത് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുന്നതുമെല്ലാം വളരെ തെറ്റായിട്ടുള്ള സന്ദേശമാണ് പൊതുസമൂഹത്തിന് നൽകുന്നത്. അതുകൊണ്ട് ഗവൺമെന്റ് സംവിധാനവും അതുപോലെ NGOസും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഇപ്പോൾ കുട്ടികളുടെ ക്ഷേമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ശിശുക്ഷേമ സമിതി, ചൈൽഡ് ലൈൻ, അതുപോലെ തന്നെ ബാലാവകാശ കമ്മീഷൻ എല്ലാം ഉണ്ട്. അതുകൊണ്ട് കുട്ടികളെ ഇത്തരത്തിൽ തെറ്റായ പ്രവണതകളിലേക്ക് പോകാൻ അനുവദിക്കാത്ത തരത്തിലും യുവജനങ്ങൾ പ്രായപൂർത്തിയായവരും ഒരു തരത്തിലും വഴിതെറ്റിപ്പോകാത്ത തരത്തിലും, അത് മയക്കുമരുന്നോ മദ്യമോ ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും ഇത്തരത്തിലുള്ള അപകടപരത ഉണ്ടാകുന്ന അപകട സാഹചര്യങ്ങളിലേക്ക് പോകാതെ, ആക്രമണ സ്വഭാവത്തിലേക്ക് പോകാത്ത ഒരു തരത്തിലേക്കുള്ള ഒരു ചർച്ചയും ഇടപെടലുമാണ് സമൂഹം ആവശ്യപ്പെടുന്നത്. അത് വരും കാലങ്ങളിൽ തന്നെ ഉണ്ടാകും. പ്രത്യേകിച്ച് ഇന്ന് മന്ത്രിയുമെല്ലാം അതിൽ ശക്തമായി മറുപടി പറഞ്ഞിട്ടുണ്ട്. കൃത്യമായിട്ട് പരിശോധിക്കും, പരിഗണിക്കും. അതോടെ തന്നെ ഇത് തടയാൻ വേണ്ടിയിട്ടുള്ള ബോധവൽക്കരണ ക്ലാസുകൾ അടക്കം ചെയ്യണം. ഒന്ന് ചെയ്യേണ്ടത്, നമ്മൾ കുട്ടികളെ കേൾക്കണം. ഹൈസ്കൂൾ വരെയുള്ള ഏകദേശം ഒരു 12-13 വയസ്സ് വരെയുള്ള കുട്ടികൾ ക്ലാസ്സിൽ നടക്കുന്ന സംഭവങ്ങൾ വന്ന് രക്ഷിതാക്കളോട് പറയും. അത് പറയുമ്പോൾ അവരെ കേൾക്കാൻ നമ്മൾ സമയം കണ്ടെത്തുന്നില്ല, സമയം മാറ്റിവെക്കുന്നില്ല എന്നത് അവരിൽ പലതരത്തിലുള്ള നിരാശാബോധമുണ്ടാകും. ഒരു ഹൈസ്കൂൾ +2 തലത്തിലുള്ള കുട്ടികൾ അവർ ഒന്നും പറയില്ല, അവർ ഒരു വലിയ തരത്തിലൊരു അന്തർമുഖരായിട്ട് പോകുന്നു എന്നത് അതും അപകടമാണ്.
അന്തർമുഖമരായി പോകുന്ന ഒരു മുറിയിലേക്ക് മാത്രം ഒതുങ്ങുന്നവർ ഒരു മൊബൈലിലേക്ക് മാത്രം ചുരുങ്ങുമ്പോൾ നമ്മൾ രക്ഷിതാക്കൾ അങ്ങോട്ട് ചെന്ന് അവരെ നിരീക്ഷിക്കുകയും അവരുടെ ചലനം നിരീക്ഷിക്കുകയും പ്രത്യേകിച്ച് അവർ നടന്ന് ബസ് സ്റ്റാൻഡിൽ പോയി നിന്ന് ബസ് സ്റ്റോപ്പിൽ നിന്നെല്ലാം ബസ്സിൽ കയറുന്നതും വാഹനത്തിലുള്ള സഞ്ചാരം അവരുടെ കൂട്ടുകെട്ടുകൾ കാര്യങ്ങൾ നിരീക്ഷിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പൊതുവെ ഉള്ള ഒരു വാച്ചിങ് അത്യാവശ്യമാണ്. അത്തരത്തിൽ ഒരു ഇടപെടൽ രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് ട്യൂഷൻ സെന്ററുകളിൽ അതുപോലെ തന്നെ PTA ഭാഗത്ത് സ്കൂളുകളിലും കോളേജുകളിലും അധ്യാപകരുടെ ഭാഗത്തുനിന്ന് എല്ലാം ഉണ്ടാകുമ്പോൾ നമുക്ക് ഇത്തരത്തിൽ അറിയപ്പെടാത്ത ചതിക്കുഴികളിലേക്ക് പോകുന്ന അറിഞ്ഞും അറിയാതെയും ഇത്തരത്തിലുള്ള തെറ്റായ പ്രവണതകളിലേക്ക് പോകുന്നവരെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. അതോടൊപ്പം തന്നെ ആരെങ്കിലും ഇങ്ങനെ വീണുപോയിട്ടുണ്ടെങ്കിൽ അവരെ പൊതുസമൂഹത്തിൽ ഒറ്റപ്പെടുത്തുകയും അവരെ അപകീർത്തിപ്പെടുത്തുകയും അവരെ മാറ്റി നിർത്തുകയും എപ്പോഴും അത് ഓർമ്മിപ്പിച്ചുകൊണ്ട് മറ്റു കുട്ടികളുടെ ഇടയിൽ വെച്ച് കളിയാക്കുകയും ചെയ്യുന്ന പ്രവണത പൂർണ്ണമായിട്ട് ഒഴിവാക്കും. ചിലപ്പോൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെയായിരിക്കും ഇത്തരത്തിലുള്ള പ്രവണതകളിലേക്ക് ഒരു തവണ വഴിതെറ്റിപ്പോയത്. അവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഒരു കെയറിങ്ങും അതുപോലെ തന്നെ നല്ല ഷെയറിങ്ങും അവരോട് നടത്തി നല്ല റെസ്പെക്ട് കൊടുത്ത് തന്നെ അവരെ തിരിച്ചു കൊണ്ടുവരണം. ഒരു തവണ കുറ്റകൃത്യത്തിൽ പെട്ടു എന്നുള്ളത് ആജീവനാന്തം അവരെ കുറ്റവാളികളായിട്ട് മാറ്റി നിർത്തുന്ന സാഹചര്യം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഇതിന് രാഷ്ട്രീയ മതജാതി വ്യത്യാസമില്ലാതെ നമുക്കെല്ലാം ഏറ്റവും ഉറച്ച പ്രവർത്തനം, ഏറ്റവും ശക്തമായിട്ട് പ്രവർത്തനം നടത്താം. മാധ്യമങ്ങളും അവരുടെ കടമ നിർവഹിക്കണം. ബോധവൽക്കരണ പരിപാടികളടക്കം ഏറ്റവും കൂടുതൽ സംഘടിപ്പിച്ച് എല്ലാ കുട്ടികളെയും ഏറ്റവും നന്നായി തന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാം. ശരി, ശ്രീ റിജിൽ മാക്കുറ്റി, ഇത് വഴിതെറ്റിപ്പോകുന്ന ചില കുട്ടികളെ തിരിച്ചു കൊണ്ടുവരിക, ചില കുട്ടികൾ വഴിതെറ്റിപ്പോവുക, ചില കുട്ടികൾ വീണു പോവുക, ചില കുട്ടികൾ ചതിക്കുഴിയിൽ വീഴുക, ഇതൊരു ജാർഗണാണ്. കഴിഞ്ഞൊരു 5-10 വർഷമായിട്ട് ഞാൻ തന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. എൻ്റെ ചോദ്യം അതല്ല, ചില കുട്ടികൾക്ക് വരുന്ന പ്രശ്നമാണോ ഇത്? അതല്ല, ഒരു ഇൻ ജനറൽ സമൂഹത്തിൽ പുതിയ തലമുറയിൽ ഒരു മാറ്റം വരികയാണ്. അത് വയലൻസിനോടുള്ള വയലൻസിനോടുള്ള അതൊരു ആകർഷണം, തീർത്തും എമ്പതിയില്ലായ്മ, സഹജീവികളെ കൊല്ലാനും കുഴപ്പമില്ല, കൊന്നാലും പ്രശ്നമില്ല എന്നൊരു തോന്നലുണ്ടാവുക, ഇതൊക്കെ എന്തിൻ്റെ സൂചനയാണ്? യഥാർത്ഥത്തിൽ നമ്മുടെ പാഠ്യപദ്ധതിയിൽ മാറ്റം വരുത്തേണ്ടതുണ്ടോ? നമ്മുടെ പാരൻറ്റിങ്ങിൽ മാറ്റം വരുത്തേണ്ടതുണ്ടോ? ഉണ്ടെങ്കിൽ ഇതൊക്കെ ആരാ ചെയ്യേണ്ടത്? ഇത് സർക്കാർ ചെയ്യേണ്ട കാര്യമാണ്. സർക്കാർ ഇപ്പോഴും ഒരു 20 വർഷം മുമ്പുള്ള കുട്ടികളെ അഡ്രസ്സ് ചെയ്യുന്ന പാഠ്യപദ്ധതികൾ, 20 വർഷം മുമ്പുള്ള കുട്ടികളെ അഡ്രസ്സ് ചെയ്യുന്ന ബോധവൽക്കരണ പരിപാടികൾ, 20 വർഷം മുമ്പുള്ള കുട്ടികളെ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യേണ്ടത് അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായും യഥാർത്ഥത്തിൽ നമ്മുടെ കോവിഡാനന്തരം ഈ നാടിൻ്റെ അകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റത്തെക്കുറിച്ച്, അതിനകത്ത് കുട്ടികളിലും അതോടൊപ്പം തന്നെ സമൂഹത്തിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കാനും അതുമായി ബന്ധപ്പെട്ട കാര്യം കൃത്യമായി അവരെത്തിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളില്ല. ഇത് ചെയ്യേണ്ടത് ഇപ്പോൾ ഒരു പ്രൈവറ്റ് ഏജൻസിക്ക് ചെയ്യാൻ സാധിക്കില്ല, സർക്കാരുകളാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് വരാതെടുത്തോളം കാലം ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ സമൂഹം, പുതിയ തലമുറ എത്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പോൾ പഴയ പോലെ വിദ്യാഭ്യാസ രംഗത്ത് ഇപ്പോൾ നമ്മളൊക്കെ പഠിക്കുന്ന കാലത്തുണ്ടാകുന്ന ഒരു അധ്യാപക ഗുരുശിഷ്യ ബന്ധം ഇന്ന് ഉണ്ടാവും എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ്. പണ്ടൊക്കെ പഠിപ്പിച്ച അധ്യാപകന്മാർ ഇപ്പോൾ കാലഘട്ടം നമുക്ക് കാണുമ്പോൾ വളരെ ബഹുമാനത്തോടെയും അതോട് ഭയത്തോടുകൂടിയും വളരെ റെസ്പെക്റ്റോടുകൂടിയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ആ ഒരു ബന്ധത്തിലേക്ക് നമ്മുടെ അധ്യാപകരും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളും തമ്മിലുള്ള ബന്ധത്തിന് എവിടെയൊക്കെ പാകപ്പിഴകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രധാനപ്പെട്ട സ്കൂളുകളും അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട വിദ്യാർത്ഥികളുടെ ഇടങ്ങളിൽ അവരെ കൃത്യമായി ഗൈഡ് ചെയ്യാനുള്ളൊരു സംവിധാനത്തിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ രംഗം ആ രൂപത്തിലേക്ക് വരുന്നില്ല എന്നുള്ളത് വലിയ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ നിങ്ങളൊക്കെ ഇവിടെ എല്ലാവരും പറഞ്ഞു വെച്ചതുപോലെ തന്നെ ഈ മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള ഇപ്പോൾ ആധുനിക ടെക്നോളജിയുടെ ഭാഗമായി വന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് സംവിധാനങ്ങൾ, ഒന്ന് റീൽസിൻ്റെ, അതോടൊപ്പം തന്നെ എന്ത് ചെയ്താലും റീൽസിൽ അഭിരമിക്കുന്ന ഒരു സമൂഹമാണ്. ഇപ്പോൾ നാട്ടിൻപുറങ്ങളിൽ ഇപ്പോൾ ഗ്രൗണ്ടുകളുണ്ട്, വായനശാലകളുണ്ട്. നിങ്ങളൊക്കെ നോക്കൂ, അവിടെയൊക്കെ എവിടെയെങ്കിലും കുട്ടികൾ പോയി ഇരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അവിടെയൊക്കെ ആളുകളുണ്ടോ? കളിക്കളങ്ങളിൽ കുട്ടികളുണ്ടോ? അവർ ഫോണിൻ്റെ അകത്താണ്, ഏത് സമയത്തും അവരുടെ തല താഴെയാണ്. അത് രക്ഷിതാക്കളായാലും അതോടൊപ്പം തന്നെ പുതിയ തലമുറയായാലും ആ രൂപത്തിലേക്ക് വന്നിരിക്കുന്നു. എങ്ങനെയാണ് റീൽസ് ഉണ്ടാക്കുക, എങ്ങനെയാണ് അതിനകത്ത് എനിക്ക് ലൈക്ക് കിട്ടുക, അതിനനുസരിച്ച് പണം. ഇപ്പോൾ സ്വാഭാവികമായി ഇപ്പോൾ നമുക്കറിയാം സോഷ്യൽ മീഡിയയിനകത്ത് വലിയ സെലിബ്രിറ്റികളായി നിൽക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ സിനിമാ താരങ്ങളെ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയണമെന്നില്ല, പക്ഷേ അതിനേക്കാൾ വലിയ താരങ്ങളായി നിൽക്കുന്ന ഒരുപാട് ആളുകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിന് മുമ്പിലുണ്ട്. ഈ കോവിഡിന് ശേഷം വന്ന യൂട്യൂബേഴ്സുമാരും അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ എന്ന് പറയുന്ന ആളുകൾ, നല്ലവർ ഒരുപാട് ആളുണ്ട്, മോശം രൂപത്തിലേക്ക് പറയുന്ന ഒരുപാട് ആളുണ്ട്. അവർക്കൊക്കെ കിട്ടുന്ന ഒരു ഫാൻസ് സംവിധാനം എത്രയാണ് അതിനകത്ത് കുട്ടികൾ പോകുന്നത്, എങ്ങനെയാണ് അതിനകത്ത് അഡിക്റ്റ് ആകുന്നത്. അപ്പം അവരെപ്പോലെ ആകാൻ, അവർ ചെയ്യുന്നത് പോലെ ആകാൻ, അവർ പറയുന്നത് പോലെ ആകാൻ, എനിക്കും അങ്ങനെയായാൽ പണം കിട്ടും എന്നുള്ളൊക്കെ ധാരണ ഈ ഒരു തലമുറയിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും അവരെ നയിക്കുന്നത് മറ്റൊരു രീതിയാണ്. അവർക്ക് സമൂഹത്തെക്കുറിച്ചോ കുടുംബത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അമ്മയെക്കുറിച്ചോ അല്ലെങ്കിൽ നാടിനെക്കുറിച്ചോ ഒരു ചിന്തയില്ലാത്തൊരു സമൂഹമായി വരുന്നു. അപ്പോൾ അവരെ നേർവഴിയിലേക്ക് കൊണ്ടുവരിക അല്ലെങ്കിൽ അവരെ നല്ല രീതിയിൽ കൊണ്ടുവരിക എന്നുള്ളത്
ഒരു സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ കഴിഞ്ഞ ദിവസം പിന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്നൊരു സംഭവം. ഇപ്പോൾ രാഷ്ട്രീയം പറയുന്നതിനപ്പുറത്തേക്ക് ആ പറയുന്ന ആളുകൾ പിന്നെ രാഷ്ട്രീയം നമ്മൾ നോക്കണം, എത്ര ക്രൂരമായാണ്. ഒരു ചെറുപ്പക്കാരനെ കയ്യും കാലും കെട്ടിയിട്ട് കോമ്പസ് കൊണ്ട് ഇങ്ങനെ കുത്തുമ്പോൾ ആർത്ത് കരയുമ്പോൾ അവൻ വേദന കൊണ്ട് പൊളയുമ്പോൾ ചിരിക്കുകയാണ്, അത് അട്ടഹസിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് അവർക്ക് ഇത് സാധിക്കുന്നത്? അവർ സമൂഹത്തിന് മുമ്പിലല്ലേ? സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ഒരു കുട്ടി അവിടെ പിന്നെ എങ്ങനെയാണ് ആ കുട്ടി മരണപ്പെട്ടത്? ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയായി അതും ഒരു കോളേജിൽ പഠിക്കാൻ പോയ വെറ്റിനറി കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി എത്ര ക്രൂരമായാണ് അവിടെ വേട്ടയാടപ്പെട്ട് ആത്മഹത്യയാണോ അല്ലെങ്കിൽ കൊലപാതകം എന്നൊക്കെ നമ്മൾ പറയുന്ന രൂപത്തിലേക്ക് ആ കുട്ടിയുടെ ജീവിതം അവസാനിച്ചില്ലേ? ഇതൊക്കെ അറിയുന്ന കാര്യങ്ങൾ. ഇപ്പം കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്ന സംഭവം അവരെടുത്ത വീഡിയോക്കകത്ത് പുറത്ത് വന്നതുകൊണ്ടാണ് അത് അന്വേഷിച്ചപ്പോഴാണ്, അങ്ങനെ ഫോൺ പരിശോധിച്ചപ്പോഴാണ് അത് പുറത്ത് വരാത്ത എത്ര സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നു. ക്യാമ്പസുകൾ നടക്കുന്നു, കോളേജ് ക്യാമ്പസിനകത്ത് ഈ പിന്നെ റാഗിങ്ങിനപ്പുറത്തേക്ക് പണ്ടൊക്കെ റാഗിങ് ഉണ്ടായിരുന്നു. റാഗിങ്ങിനേക്കാളും വലിയ ക്രൂരതയല്ലേ ക്യാമ്പസുകൾ നടക്കുന്നത്? ഇതൊക്കെ ആരും പുറത്തറിയുന്നുണ്ടോ? ഏകാധിപത്യ ക്യാമ്പസുകളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം പ്രവണതകൾ അതൊക്കെ പുറത്തു വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികമായി കാണുന്നവർക്ക് കിട്ടുന്ന അല്ലെങ്കിൽ ആ കുട്ടികൾക്ക് കിട്ടുന്ന രൂപത്തിലേക്ക് അവർക്ക് ആ രൂപത്തിൽ ആകാനുള്ള ശ്രമത്തിലേക്ക് അവർ പോകല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ തന്നെ ഈ സമൂഹത്തിന് ഒരു രാഷ്ട്രീയ പാർട്ടികൾ തന്നെ നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയിൽ നടത്തുന്ന കൊലപാതകത്തിൽ നടത്തിയ ആളുകൾക്ക് ആ പാർട്ടിയും അതിന്റെ ആളുകളും കൊടുക്കുന്ന ഒരു പിൻബലം അത് രാഷ്ട്രീയ സമൂഹത്തിന്റെ എല്ലാ മേഖലയും എത്തുന്നില്ലേ? ഇതൊക്കെ കാണുന്ന സോഷ്യൽ മീഡിയയിലൂടെ കാണുന്ന ആളുകൾ ഇപ്പം TV ചാനലിൽ വാർത്ത വായിക്കുന്നതും വാർത്ത കാണുന്നതും ചാനൽ ചർച്ച കാണുന്ന പുതിയ തലമുറ എത്ര പേരുണ്ട്? ശ്രീ അജിംസ എന്ന് പരിശോധിക്കണം. നിങ്ങളിത് പരിശോധിക്കൂ. എത്രയാൾ നമ്മുടെ ഈ സമൂഹത്തിൽ ഇത്തരം വാർത്തകൾ കാണും? അവരൊക്കെ അതിനകത്തൊന്നും TV കാണുന്നതിലേക്കൊന്നും അവരല്ലെങ്കിൽ ചർച്ചകൾ കാണുന്നതോ അല്ലെങ്കിൽ അത്തരം പരിപാടികളിലേക്കൊന്നും പുതിയ തലമുറയില്ല. പുതിയ തലമുറക്ക് അതൊന്നും അറിയില്ല. അവർ ഈ പറയുന്ന ഒരുപാട് പിന്നെ ഈ ഇത്തരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസ് നടന്ന ആളുകളുടെ പിറകെ പോകുന്നു. അവർക്ക് ഫാൻ ഫോളോ ഉണ്ടാക്കി കൊടുക്കുന്നു, അവർക്ക് ലൈക്കും കമന്റും അടിക്കുന്നു എന്നുള്ള രൂപത്തിലേക്ക് പോവല്ലേ? അപ്പൊ അതൊക്കെ തടയേണ്ടതാരാ? തടയേണ്ട സർക്കാരാണ്. ഉണർന്ന് പ്രവർത്തിക്കണം. ഇത്തരത്തിലുള്ള ആളുകളെ ഡിജിറ്റൽ കണ്ടന്റ് ധാരാളമായി കൺസ്യൂം ചെയ്യുന്ന ഒരു ശീലം മലയാളിക്ക് ഉണ്ടായിട്ടുണ്ട്. ആ ഡിജിറ്റൽ കണ്ടന്റ് ധാരാളമായി കൺസ്യൂം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഇൻഫ്ലുവൻസർമാർ എന്നൊരു പുതിയ വിഭാഗം ഉയർന്നു വരികയാണ്. എന്താണ് ഇൻഫ്ലുവൻസർമാർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അവരൊന്നും ചെയ്യുന്നില്ല. പകരം ഈ ജനങ്ങൾ അവരിലേക്ക് ഇൻഫ്ലുവൻസ്ഡ് ആവുകയോ അട്രാക്റ്റഡ് ആവുകയോ ചെയ്യുകയാണ്. ഈ ഡിജിറ്റൽ കണ്ടന്റിന്റെ അമിത ഉപയോഗം എന്തെങ്കിലും തരത്തിലുള്ള ഒരു സാമൂഹിക മാനസിക പ്രശ്നമായി മാറുന്നുണ്ടോ? ഡോക്ടർ ജയപ്രകാശ്. എന്നോടാണോ? അതെ അതെ അതെ. അപ്പം ഞാനിവിടെ നേരത്തെ സൂചിപ്പിച്ച ഈ മൾട്ടി ഫാക്ടോറിയലായിട്ടുള്ള കാരണങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ ഈ പറഞ്ഞ പുതിയ മൊബൈൽ ഫോണിൻ്റെതും, അത് പുതിയതെന്ന് പറയാൻ കഴിയത്തില്ല, ഒരു 2-3 ദശകങ്ങളുടെ ഒരു കാലമുണ്ട്. അതിൽ നമ്മൾ കാണുന്നത് ഇത്തരത്തിലുള്ള വീഡിയോ ഗെയിമുകളും കാർട്ടൂണുകളും ചെറിയ പ്രായത്തിൽ തന്നെ കാണുന്നത് വഴി അവരുടെ തലച്ചോറിൽ അഗ്രഷൻ്റേതായ തരത്തിലുള്ള ഒരു ടോളറൻസ്, കൂടുതൽ അഗ്രഷൻ കാണാനുള്ള ടോളറൻസ് ലെവലും അതുപോലെ തന്നെ ബ്രെയിൻ വികാസത്തിലുണ്ടാകുന്നുണ്ട്. നമ്മൾ മുൻകാലങ്ങളിൽ കരുതിയിരുന്നത് ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റിനെ നമുക്ക് സ്വാധീനിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ പുതിയതായിട്ട് നമുക്ക് 3 ദശകങ്ങളൊക്കെ ആയിട്ടുള്ള കണ്ടെത്തലുകൾ, 4 ദശകങ്ങളായിട്ടുള്ള കണ്ടെത്തലുകൾ ഫങ്ഷണൽ ബ്രെയിൻ ഇമേജിംഗ് സ്റ്റഡീസിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സൈക്കോ സോഷ്യൽ എൻവയോൺമെൻറ്റ് ക്യാൻ ഇൻഫ്ലുവൻസ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ബ്രെയിൻ എന്നുള്ളതാണ്. അതിൻ്റെ ന്യൂറോണൽ നെറ്റ്വർക്കിങ്ങും അർബറൈസേഷനും അതുപോലെ ന്യൂറോണൽ പ്ലാസ്റ്റിസിറ്റി പോലെയുള്ള പ്രക്രിയകളൊക്കെ സൈക്കോ സോഷ്യൽ ഫാക്ടേഴ്സിനെ നിയന്ത്രിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള പുതിയ ഉപകരണങ്ങളുടെ ഉപയോഗം വലിയ തോതിൽ അക്രമ പ്രവണത വർദ്ധിക്കുന്നതിനും പുതുതലമുറയിൽ വർദ്ധിക്കുന്നതിനും കാരണമായി തീർന്നിട്ടുണ്ട്. അത് അവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്രമിച്ച് കീഴ്പ്പെടുത്തി കാര്യം സാധിക്കുക എന്നുള്ളതായിരിക്കും. സംസാരിച്ച് ബോധ്യപ്പെടുത്തി കാര്യം നടത്തുക എന്നുള്ള ഒരു കഴിവ് കുറവായിരിക്കും, നെഗോഷിയേഷൻ സ്കില്ല്. അതുകൊണ്ട് തന്നെ ഇത് ചെറിയ കുട്ടികളിൽ ഇത് കൃത്യമായിട്ടുള്ള ക്ലിനിക്കൽ എക്സ്പീരിയൻസും പഠനത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലുള്ളതാണ്. ചെറിയ കുട്ടികളിൽ തന്നെ അക്രമ പ്രവണത വർദ്ധിക്കുന്നതിനും ഹൈപ്പർ ആക്ടിവിറ്റി ADHD എന്ന് പറയുന്ന സ്വഭാവ രീതി വർദ്ധിക്കുന്നതിനും അതുപോലെ തന്നെ തീവ്രമായ തരത്തിലുള്ള മാർഗങ്ങൾ ഉപയോഗിച്ച് ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഉപദ്രവിക്കുന്ന രീതിയിലുള്ള അക്രമ പ്രവണത. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ADHD അതുപോലെ തന്നെ കോണ്ടാക്ട് ഡിസോർഡർ. ഇപ്പം നമ്മളിവിടെ കാണേണ്ടുന്ന ഒരു കാര്യം കുട്ടികളിലുള്ള ഇപ്പം യുവാക്കളിലും കൗമാരക്കാരിലുള്ള അക്രമ പ്രവണത എന്ന് പറയുന്നത് സമൂഹത്തിൽ മൊത്തത്തിൽ വന്നിട്ടുള്ള ചില മാറ്റങ്ങൾ. എന്നാൽ എല്ലാവരും ഈ രീതിയിലേക്ക് മാറിയിട്ടില്ല.
അപ്പോൾ നമ്മൾ കാണേണ്ടുന്നത് അതൊരു ഡെവലപ്മെൻറ്റൽ ചലഞ്ചസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. കൗമാരകാലത്തിലുള്ള ഇമോഷണൽ എക്സ്പ്ലോഷൻ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടുള്ള സിറ്റുവേഷണൽ റെസ്പോൺസ് കൊണ്ട് ഒരു 20% കുട്ടികളിൽ. അതിൻ്റെ അപ്പുറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോണ്ടാക്ട് ഡിസോർഡർ എന്ന് പറയും. ഇപ്പം നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത ഓരോ കേസുകളിലും സംഭവങ്ങളിലും അതിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തിയുടെ സ്വഭാവ രീതി അപ്പോഴുണ്ടായതല്ല. അത് കുട്ടിക്കാലത്തേക്ക് ട്രേസ് ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിക്കാലത്ത് തൊട്ട് തന്നെ ആ കുട്ടിയുടെ സ്വഭാവ രീതികളിൽ അക്രമ പ്രവണതയുടേതായിട്ടുള്ള വിവിധ ഘടകങ്ങളും പുതിയ പ്രശ്നങ്ങളുണ്ടായതും വീട്ടിനകത്തുണ്ടായതും സ്കൂൾ തലത്തിലുണ്ടായതും പിയർ ഗ്രൂപ്പിലുണ്ടായതിൻ്റെയൊക്കെ പശ്ചാത്തലം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുട്ടികളിലെ അക്രമ പ്രവണതയും കുറ്റവാസനയും സ്വഭാവ രീതികളും ക്രിമിനൽ സ്വഭാവ രീതികളും ഒക്കെ വളർന്നു വരുന്നത് നമുക്ക് ചെറിയ കുട്ടിക്കാലത്ത് തൊട്ട് തന്നെ നിരീക്ഷിച്ചാൽ സാധിക്കും. പ്രത്യേകിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ADHD ഉള്ള കുട്ടികളിൽ പിന്നീട് കൗമാരകാലത്തിൽ കുറ്റവാസന വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ കുട്ടികളെല്ലാം ആളോണെ സഡൻ ഒരു ക്രോസ് സെക്ഷണലായിട്ട് ഒരു അഗ്രഷൻ നടക്കുന്നതല്ല, ലോഞ്ചിറ്റ്യൂഡിലായിട്ട് തന്നെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രവണതകൾ കുട്ടിക്കാലം തൊട്ട് തന്നെ വികസിച്ച് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ പല ഘടകങ്ങളുണ്ട്. പല ഘടകങ്ങളുള്ളത് കൊണ്ട് തന്നെ കാരണങ്ങളുള്ളത് കൊണ്ട് തന്നെ അത് പേരൻറ്റിങ്ങിൽ മാത്രം ചുരുക്കിയല്ല ഞാൻ പറഞ്ഞത്. പല ഘടകങ്ങളുണ്ട്. അതിൽ സിനിമയുടെ വയലൻസും മയക്കുമരുന്നിൻ്റെ ഉപയോഗവും എല്ലാം തന്നെ വളരെ കൂടുതലായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വേഗത്തിൽ ആകർഷിച്ചു പോകുന്ന ഒരു സ്വഭാവ രീതി കൗമാരകാലത്തിലെ കുട്ടികൾക്കുണ്ട്. അപ്പോൾ ഇവർ കോണ്ടാക്ട് ഡിസോർഡർ എന്ന് പറയുന്ന ഒരു കുറ്റവാസനയുടെ സ്വഭാവ രീതി കൗമാരക്കാരിലും കുട്ടികളിലും ഉണ്ട്. ഏകദേശം പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് 6 മുതൽ 10 വരെ ശതമാനം കുട്ടികളിൽ ഇത്തരത്തിലുള്ള ഒരു 100 കുട്ടികളെ എടുത്താലും അതിൽ 6-10% കുട്ടികളിൽ ഇത്തരത്തിലുള്ള സ്വഭാവ രീതികൾ കുറ്റവാസനയുടേതായ സ്വഭാവ രീതികൾ ഉണ്ടെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇതിനെ സംബന്ധിച്ചൊരു പഠനം ഞങ്ങൾ 10 വർഷത്തിന് മുമ്പ് SITയിൽ ബിഹേവിയർ പീഡിയാട്രിക്സിൽ ഞങ്ങൾ നടത്തുകയുണ്ടായി. അപ്പോൾ അവിടെ തന്നെ നമ്മൾ കാണാൻ സാധിച്ചത് കുട്ടികളിൽ ഈ കുറ്റവാസനയുള്ള സ്വഭാവ രീതികൾ 300 കുട്ടികളെ എടുത്ത് പഠിച്ചപ്പോഴത്തേക്ക് അതിൽ മനസ്സിലാക്കാൻ സാധിച്ചത് 3 പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഇത്തരം കുട്ടികളുടെ കുടുംബ പശ്ചാത്തലത്തിൽ കാണാൻ സാധിച്ചു. ഒന്ന് സിംഗിൾ പേരൻറ്റ്, അബാൻഡൻ ഫാമിലി ബൈ ദ ഫാദർ, പിന്നെ ആൽക്കഹോളിസത്തിൻ്റെ ഒരു ഇത്, മൂന്നാമത് ഡൊമസ്റ്റിക് വയലൻസിൻ്റെതായ ഒരു ഇത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡിസ്റപ്റ്റഡ് ഫാമിലി എൻവയോൺമെൻറ്റുള്ള കുട്ടികളിൽ ഇത്തരത്തിലുള്ള കുറ്റവാസന സ്വഭാവ രീതികൾ കൂടുതലാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഇത്തരം കുട്ടികളിൽ തന്നെ ഈ പറഞ്ഞ രീതിയിലുള്ള സിനിമയുടെയും അതുപോലെ മറ്റ് മീഡിയകളുടെയും സ്വാധീനം വളരെ കൂടുതലാണ്. ഞാൻ ഒരു കാര്യം കൂടെ ഒബ്സർവ് ചെയ്തത് പറയാം. ഞങ്ങളുടെ പഠനത്തിൻ്റെ ഭാഗമല്ലായിരുന്നെങ്കിലും ഒരു സൈഡാട്ടം നടത്തിയ ഒരു ഒബ്സർവേഷനിൽ ഈ കുറ്റവാസനയുള്ള കുട്ടികളിലെ പ്രധാനപ്പെട്ട ഇഷ്ടപ്പെട്ട നടൻ ആരാണെന്ന് ഞങ്ങളും കൂടെ ഒന്നും കൂടെ ഒന്ന് നിരീക്ഷിച്ച് നോക്കി, റിപ്പോർട്ട് ചെയ്ത് നോക്കിയപ്പോൾ, റെക്കോർഡ് ചെയ്ത് നോക്കിയപ്പം മലയാളത്തിലെ ഒരു സൂപ്പർ സ്റ്റാർ വളരെ വയലൻ്റ് ആയിട്ടുള്ള സിനിമകളിൽ അഭിനയിച്ച് പ്രശസ്തി നേടിയിട്ടുള്ള വയലൻ്റ് ആയിട്ടുള്ള സിനിമകളിൽ അഭിനയിക്കുന്ന ഒരു സൂപ്പർ സ്റ്റാറും തമിഴിലെ വേറൊരു സൂപ്പർ സ്റ്റാറുമാണ് പ്രധാനപ്പെട്ട ഇഷ്ട താരങ്ങൾ. കുറ്റവാസനയുള്ള കുട്ടികളുടെ ഇഷ്ടതാരങ്ങളെന്ന് പറയുന്ന ഈ 2 നടന്മാരാണ് ഇത്തരം സിനിമകളാണ്. അതുകൊണ്ട് ഇത്തരം സിനിമകൾ കുട്ടികളെ വലിയ തോതിൽ ബാധിക്കുന്നുണ്ട്. ഒരു 40 വയസ്സുള്ള ഒരാളിനെ സിനിമ ബാധിക്കുന്നതിനേക്കാൾ കൂടുതലാണ് ഒരു 15 വയസ്സുള്ള കുട്ടി 18 വയസ്സുള്ള ഒരു കുട്ടിയെ വേഗത്തിൽ അട്രാക്ട് ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ഒരു വൾണറബിലിറ്റി ഉള്ള ഒരു പോപ്പുലേഷൻ പൊതുവിൽ വളർന്നു വരുന്നുണ്ട്. അവർ വേഗത്തിൽ ഇത്തരം ഘടകങ്ങളാൽ ആകർഷിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മൾട്ടി ഡയമെൻഷണൽ ആയിട്ടുള്ള ഇടപെടൽ നമുക്കിതിൽ പല കാരണങ്ങളാണ് ഈ പ്രശ്നങ്ങൾക്ക് പിന്നിലെന്നാണ് ഡോക്ടർ ജയപ്രകാശ് പറയുന്നത്. ദിനുവയും ഇവിടെ ഈ ചർച്ച കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു 2010 ശേഷം ജനിച്ച ഒരു കുട്ടി വിചാരിക്കുക ഇതെല്ലാം എൻ്റെ കുഴപ്പമാണ് എന്ന് വിചാരിക്കും. സ്വാഭാവികമായും ഞങ്ങളെന്തോ കുഴപ്പത്തിൽ പോയിരിക്കുകയാണ്, ഞങ്ങൾ മൊത്തം പ്രശ്നമാണ് അങ്ങനെ വിചാരിക്കും. യഥാർത്ഥത്തിൽ അവർ പറയുന്നത് കേൾക്കുന്നുണ്ടോ മുതിർന്നവർ? അവരെ അഡ്രസ്സ് ചെയ്യുന്നതാണോ നമ്മുടെ ഇപ്പോഴത്തെ ബോധന രീതിയും സിലബസും? അവർക്കും എന്തൊക്കെയോ പറയാനുണ്ടാവില്ലേ? വൈലോപ്പിള്ളി ഒരുപക്ഷെ മാമ്പഴം എഴുതിയ സമയത്ത് പറഞ്ഞിട്ടുണ്ട്, വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ പെയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ. അപ്പം ഇന്ന് AI കാലമാണ്. അപ്പം AI വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ മാത്രമല്ല നമ്മുടെയൊക്കെ ഒരു 10 മടങ്ങ് ദീർഘദർശനം ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ ഉപയോഗിക്കുന്ന തലത്തിലുള്ള കുട്ടികളാണ്. അപ്പം അത്രയും വളരെ സ്പോണ്ടേനിയസ് ആയിക്കൊണ്ട് സഞ്ചരിക്കുന്ന ലോകത്തെ എല്ലാ വിവരങ്ങളും അത്ര വിരൽത്തുമ്പിൽ ലഭ്യമാകുന്ന കുട്ടികളാണ്. ഇൻഫർമേഷൻ്റെ ഓവർ ഡോസ് കിട്ടിക്കൊണ്ടിരിക്കുന്ന കുട്ടികളും ഒക്കെയാണ്. അപ്പം അവർക്ക് അനുസൃതമായ രീതിയിൽ നമ്മൾ മുന്നോട്ടേക്ക് എത്തിയോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്ത് ക്രൈം നടക്കുന്ന സമയത്തും നമുക്കറിയാം ആ ക്രൈമുകൾ നടക്കുന്നത് സ്റ്റേറ്റിനെതിരെയാണ്.
കുട്ടികൾക്ക് മേൽ സ്റ്റേറ്റിന് പാരൻസ് പെട്രിയ എന്ന് പറയുന്ന ഡോക്ട്രിൻ പ്രകാരം കുട്ടികളുടെ രക്ഷാകർതൃത്വം എന്ന് പറയുന്നത് കേവലം രക്ഷിതാക്കൾക്ക് മാത്രമല്ല, അത് ഭരണകൂടത്തിന് കൂടെയുള്ള വളരെ കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്തമാണ്. ഇതേ കുട്ടികളെ ഒരുപക്ഷെ നമുക്ക് ചൂരൽമലയിലെ സംഭവം ഉണ്ടായിക്കഴിഞ്ഞ സമയത്ത് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് വളരെ കൃത്യമായി കോർഡിനേഷനുകൾ ചെയ്തുകൊണ്ട് അവിടുത്തെ ആളുകളെ രക്ഷിക്കാൻ വേണ്ടി സന്നദ്ധ സേനയായി എത്തിച്ചേർന്ന കമ്പാഷൻ്റെ എലമെൻറ്റും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ വളരെ കൃത്യമായി കൊണ്ട് ഇത്തരം ക്രൈമുകൾ നടക്കുന്നതിൻ്റെ ഇടയിൽ സ്റ്റേറ്റിൻ്റെ സ്പെഷ്യൽ ബ്രാഞ്ചും ക്രൈം ബ്രാഞ്ചും പോലുള്ള ഏജൻസികൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്, അവരുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു അലൻ്റെയും താഹയുടെയും പിറകെ നടക്കലല്ല, മറിച്ച് ഇത്തരം ക്രൈമുകൾ ഉണ്ടാവുന്ന സമയത്ത് അതിനകത്ത് ക്രിമിനോളജിസ്റ്റുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, ചൈൽഡ് സൈക്കാട്രികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, സോഷ്യോളജിസ്റ്റുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിശാലമായ അർത്ഥത്തിലുള്ള കേസ് സ്റ്റഡികൾ നടത്തപ്പെടേണ്ടതുണ്ട്. വളരെ കൃത്യമായി കൊണ്ട് ഇത്തരം ക്രൈമുകൾ എന്തുകൊണ്ട് സംഭവിക്കുന്നു. നമ്മുടെ യൂണിവേഴ്സിറ്റികൾക്കും ആ പണിയുണ്ടല്ലോ ദിനു. ആർക്കാണ്? നമ്മുടെ യൂണിവേഴ്സിറ്റികളുണ്ടല്ലോ, അവിടെ റിസർച്ച് ഒക്കെ നടക്കുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും ഗവേഷണ സ്ഥാപനങ്ങൾ എന്നുള്ള രീതിയിൽ അവരുടെ ഈ പറയുന്ന കമ്മ്യൂണിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള സർവീസ് എന്ന് പറയുന്നത് ഇത്തരം സ്ഥാപനങ്ങളുടെ കൂടി വളരെ കൃത്യമായ പ്രശ്നമാണ്. ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് വയലൻസിനെ നമ്മൾ ഇൻഡിവിജ്വൽ പ്രശ്നമായി കാണാതെ അന്താരാഷ്ട്ര തലത്തിലൊക്കെ കാണുന്ന പോലെ തന്നെ ഒരു പബ്ലിക് ഹെൽത്ത് അപ്രോച്ച് ഇതിൻ്റെ പുറത്തുണ്ടാവണം. പബ്ലിക് ഹെൽത്തിനെ ഹാം ചെയ്യുന്ന ഒരു കാര്യമാണ് വയലൻസ് എന്നും ആ വയലൻസ് കേവലം അത് അനുഭവിക്കുന്ന മനുഷ്യർക്ക് മാത്രമല്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തിൽ അഫാനുമായി ബന്ധപ്പെട്ട വാർത്തകൾ കേവലം ബാധിച്ചിട്ടുള്ള ഒരുപാട് മനുഷ്യരുണ്ട്. ആ വാർത്തകൾ കാണുന്ന, അതിലൂടെ പോകുന്ന, അതിന് മാനസികമായി പബ്ലിക് ഹെൽത്തിനെ കൂടിയാണ് ഇത്തരം കാര്യങ്ങൾ പ്രശ്നവൽക്കരിക്കുന്നത്. അപ്പോൾ ഒരു പബ്ലിക് ഹെൽത്ത് അപ്രോച്ച് ഇതിനെ പുറത്ത് ഉണ്ടാവണം എന്നുണ്ട്. മറ്റൊരു 2-3 കാര്യങ്ങൾ. ഒന്ന്, ഇപ്പം എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത്, ഇപ്പം 90s കിഡായിരുന്ന, ഒരു മില്ലേനിയം കിഡായിരുന്ന എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ കുടുംബശ്രീയുടെ ഒപ്പം ഏറ്റവും ഊർജിതമായി പ്രവർത്തിച്ച ഒരു കാര്യമാണ് ബാലസഭ എന്ന് പറയുന്ന ഒരു നെറ്റ്വർക്ക്. നെയ്ബർഹുഡ് നെറ്റ്വർക്കുകൾ വളരെ കൃത്യമായി അന്ന് ശാക്തീകരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞൊരു 10 വർഷത്തെ ബാലസഭകളുടെ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഈ പറയുന്ന ജനറേഷൻ കുട്ടികൾക്കൊപ്പം എത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളല്ലാത്തത് കൊണ്ട് തന്നെ വ്യാപകമായ കൊഴിഞ്ഞുപോക്കലുകൾ അതിലുണ്ടായിട്ടുണ്ട്. അപ്പം രാഷ്ട്രീയ സംഘടനകളുടെയും വിദ്യാർത്ഥി സംഘടനകൾക്കിടയിൽ വളരെ കൃത്യമായ ഇടപെടലുകൾ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ പൊതു ആഘോഷങ്ങൾ, പബ്ലിക് സ്ഫിയറുകൾ, വായനശാലകൾ, ഇത്തരം പൊതു ഇടങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പൊതു കളിക്കളങ്ങൾ ഇല്ലാതായിരിക്കുന്നു. അഗ്രഷൻ കുറയ്ക്കാൻ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് ഈ രീതിയിൽ സ്പോർട്സ് അടക്കമുള്ള റിക്രിയേഷണൽ, ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള റിക്രിയേഷണൽ ആക്ടിവിറ്റികളിലൊക്കെ ഭാഗമാവുക എന്നുള്ളതാണ്. അപ്പോൾ അത്തരം റിക്രിയേഷണൽ ആക്ടിവിറ്റീസിനെ സ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ട് തന്നെ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. മറ്റൊന്ന്, സോഷ്യൽ മീഡിയക്കകത്ത് ചൈന പോലുള്ള രാജ്യങ്ങളിൽ കൊണ്ടുവന്നിട്ടുള്ള ടൈം കൺട്രോളുകൾ അല്ലെങ്കിൽ പാരൻ്റൽ കൺട്രോളുകൾ കൃത്യമായി സ്റ്റേറ്റിൻ്റെ ഭാഗത്ത് നിന്നുകൂടി ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ഇവിടെ പുറത്തേക്കുള്ള വയലൻസ് മാത്രമല്ല, കുട്ടികളോട് തന്നെ ചെയ്യുന്ന സെൽഫ് വയലൻസ്, അതായത് സൂയിസൈഡൽ ടെൻഡൻസീസ് അടക്കമുള്ള കാര്യങ്ങൾ വ്യാപകമായി വർദ്ധിക്കുന്നു എന്നുള്ളതും പേടിപ്പെടുത്തുന്ന ഒരു വസ്തുതയാണ്. നേരത്തെ ഡോക്ടർ കെ അരുൺകുമാർ സൂചിപ്പിച്ച ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത്തരം ഡീവിയൻ ബിഹേവിയർ കാണിക്കുന്ന അല്ലെങ്കിൽ ചൈൽഡ് ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ, ഇവരെ എങ്ങനെയാണ് സമൂഹം കൈകാര്യം ചെയ്യേണ്ടത്? അത് ഒറ്റപ്പെടുത്തിയല്ല, ഇത്തരം പ്രശ്നങ്ങളുള്ള കുട്ടികളെ സഹപാഠികളും ഒറ്റപ്പെടുത്തിയല്ല കാണിക്കേണ്ടത്. ഒരുപക്ഷെ മലപ്പുറം വേങ്ങരയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ളത് വളരെ സുപ്രധാനപരമായ ഒരു ഇടപെടലാണ്. ലഹരിക്ക് അടിമപ്പെട്ട് രക്ഷിതാക്കളെ ആക്രമിച്ച ഒരു യുവാവിനെ എല്ലാവരും കൂടി തല്ലി മോബ് ലിഞ്ചിങ് ചെയ്യാനല്ല ശ്രമിച്ചത്, ആ നാട് പിരിവിട്ടുകൊണ്ട് അദ്ദേഹത്തെ റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ശ്രീനാരായണ ഗുരുദേവനൊക്കെ പറഞ്ഞിട്ടുള്ള അരുൾ, അൻപ്, അനുകമ്പ, ഈ മൂല്യങ്ങൾ വിദ്യാർത്ഥികൾക്കിടയിൽ, കുട്ടികൾക്കിടയിൽ വളർത്തിയെടുക്കാനുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ, വിദ്യാർത്ഥി സംഘടനകളുടെ, നെയ്ബർഹുഡ് ഗ്രൂപ്പുകളുടെ, പാരൻസിൻ്റെ, NGOകളുടെ ഇത്തരത്തിൽ സമഗ്രമായിട്ടുള്ള ശ്രമത്തിലൂടെ മാത്രമേ നമുക്കിതിനെ പരിഹരിക്കാൻ വേണ്ടി സാധിക്കൂ. ശരി, എന്തായാലും ബഹുതല കാരണങ്ങളുള്ള ഒരു സാമൂഹിക പ്രശ്നത്തെ അങ്ങനെ ബഹുതല രൂപിയായി തന്നെ പരിഹാരം കാണാൻ ശ്രമിക്കേണ്ടതാണ്. അതിന് മുൻകൈ എടുക്കേണ്ടത് തീർച്ചയായിട്ടും ഭരണകൂടമാണ്. ഭരണകൂടം ദീർഘകാലത്തേക്കും ഹ്രസ്വകാലത്തേക്കുമുള്ള പരിപാടികൾ അതേക്കുറിച്ച് ചിന്തിക്കുമെന്ന് പ്രതീക്ഷിക്കാം. വളരെ നന്ദി ശ്രീ ദിനു, ഡോക്ടർ ജയപ്രകാശ്, അരുൺകുമാർ, റിജിൽ മാക്കുറ്റി ഇത്രയും സംസാരിച്ചു.